അപ്പോൾ എക്സ്പ്ലനേഷൻ രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് എക്സ്പ്ലനേഷനാണ്. നമ്മളൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കും എന്തുകൊണ്ടാണ് ഈ ഒരു സർട്ടൻ ബിഹേവിയർ ഉണ്ടാകുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ COVID-19 ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലെന്താണ്, എന്തുകൊണ്ടാണ് ഇത്തരം ഡിസോർഡേഴ്സ് വരുന്നത്. ഇപ്പോൾ പനിയും ചുമ ജലദോഷം BP വേരിയേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്, അതാണ് രണ്ടാമത്തെ ഗോൾ നമ്മൾ ചെയ്യുന്നത്, എക്സ്പ്ലനേഷൻ, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ എന്താണ്, പ്രെഡിക്റ്റ് ചെയ്യാണ്, സാധ്യതകളെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യും. സർട്ടൻ ബിഹേവിയർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, പ്രെഡിക്ഷൻസ് ആണ്, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഫോർ എക്സാമ്പിൾ പനി വരുന്നുണ്ട്, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രെഡിക്ഷൻസ്, ആൾക്കാർ തമ്മിൽ അടുത്തിടപഴകുമ്പോൾ ഈ ഒരു ഡിസോർഡർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ മൂന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്യാണ്. യെറ്റ് അനദർ ഗോൾ ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് ഈസ് പ്രെഡിക്ഷൻ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഈവൻ പ്രീവിയസ് റിസർച്ച് സർട്ടൻ പ്രെഡിക്ഷൻസ് ആർ മെയ്ഡ് അബൌട്ട് ദ ബിഹേവിയർ അണ്ടർ സ്റ്റഡി. അപ്പോൾ ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് റിസർച്ചുകൾ നോക്കാം, ഇങ്ങനെ ഒരു ബിഹേവിയർ വരാനുള്ള സാധ്യതകൾ. അപ്പോൾ ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും റിസർച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കുഴപ്പമൊന്നുമില്ലല്ലോ, ഇഷ്യൂ ഒന്നുമില്ലല്ലോ, കേൾക്കുന്നുണ്ടല്ലോ? ബ്രേക്ക് ആവുന്നുണ്ട് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ മാറ്റേണ്ടി വരും. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, നോക്കി നോക്കാം, ഒരു വട്ടം കൂടി ഒന്ന് നോക്കി നോക്കാം, ഒരു 5 മിനിറ്റ് കൂടി നോക്കി നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. സ്ക്രീൻ കാണുന്നില്ല, അയ്യോ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ കാണുന്നുണ്ടോ? ഉണ്ട് അല്ലേ, വന്നു അല്ലേ, ഓക്കെ. പിന്നെ പോവുകയാണെങ്കിൽ പറയണം കേട്ടോ. ഇനി അടുത്തത് അപ്പോൾ പ്രെഡിക്ഷൻ പറഞ്ഞു. നെക്സ്റ്റ് കൺട്രോളാണ്. ഇപ്പോൾ പ്രെഡിക്ഷനിൽ എന്താ, സർട്ടൻ ബിഹേവിയറിനുള്ള റീസൺസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്, എന്തുകൊണ്ടാണ് ഒരു ബിഹേവിയർ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രീവിയസ് റിസർച്ചുകളൊക്കെ നോക്കും. എന്നിട്ട് അടുത്തത് എന്താണ്, കൺട്രോൾ ചെയ്യാണ്. കൺട്രോൾ ഈസ് ഓൾസോ എൻ ഒബ്ജക്റ്റീവ് ഓഫ് റിസർച്ച് വിച്ച് ഇൻവോൾവ്സ് ബ്രിങ്ങിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ ബിഹേവിയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസ്. നമ്മൾ ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസ് കൊണ്ടുവരും. ഇപ്പോൾ കൺട്രോൾ പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ നമുക്ക് മനസ്സിലായി, പ്രെഡിക്ഷൻ പറയുന്നതിലൂടെ മനസ്സിലായി, ഇപ്പോൾ ഈ അസുഖം പടരാനുള്ള സാധ്യതകൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു. എന്നിട്ട് അത് കൺട്രോൾ ചെയ്യാണ്. എല്ലാവരും മാസ്ക് ധരിക്കണം, അകലം പാലിക്കണം, കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസ് നമ്മൾ നാലാമത്തെ ഗോളായ കൺട്രോളിലൂടെ കൊണ്ടുവരും. ഇനി അഞ്ചാമത്തെ ഗോൾ എന്താ, ആപ്ലിക്കേഷനാണ്. ഈ പറയുന്ന സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യാം. ഇൻഫറൻസസ് ക്യാൻ ബി ഡ്രോൺ ബേസ്ഡ് ഓൺ ദ റിസൾട്ട് ഒബ്റ്റൈൻഡ് ബൈ ക്യാരിയിങ് ഔട്ട് ദ റിസർച്ച് ആൻഡ് ദീസ് ക്യാൻ ദെം അപ്ലൈഡ് ഫോർ പ്രോബ്ലം സോൾവിങ് ആസ് വെൽ ആസ് ഡിസിഷൻ മേക്കിംഗ്. അപ്പം നമ്മൾ ഈ കൺട്രോളിലൂടെ കണ്ടെത്തിയ ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസൊക്കെ, അതായത് റിസർച്ച് നടത്തിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടെത്തി, അതിനെന്ത് ചെയ്യാണ്, അപ്ലൈ ചെയ്യും. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിലൂടെ ഈ സംഭവം നമ്മൾ അപ്ലൈ ചെയ്യും. അങ്ങനെ 5 ഗോളുകളുണ്ട് സൈക്കോളജിക്കൽ റിസർച്ചിന്. ആദ്യം സർട്ടൻ ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യുന്നു, ദെൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മൂന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്യാണ്, ഒരു ബിഹേവിയറിന് റീസൺസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. റീസൺസ് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കൺട്രോൾ ചെയ്യാനുള്ള ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസ് കൊണ്ടുവരും. ഏറ്റവും ലാസ്റ്റ് അത് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ ആണോ? ഗോൾ മനസ്സിലായോ? സൈക്കോളജിക്കൽ റിസർച്ചിൻ്റെ ഗോള് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. ഓക്കെ, ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്. ഒരു ഗുഡ് സൈക്കോളജിക്കൽ റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സിമ്പിളായിട്ട് പറയാം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, സയൻറ്റിഫിക് ആയിരിക്കണം. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരും. ആൻഡ് ഇറ്റ് ഓൾസോ നീഡ് ടു ബി വാലിഡ് ആസ് വെൽ ആസ് വെരിഫിയബിൾ ആൻഡ് റെപ്ലിക്കബിൾ. വാലിഡ് ആയിരിക്കണം, എന്തെങ്കിൽ മാത്രമേ നമുക്കത് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലോജിക്കൽ ആയിരിക്കണം, ലോജിക്കൽ ആസ് വെൽ ആസ് ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു മേക്ക് ജനറലൈസേഷൻ. നമുക്ക് ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റണം. സാമ്പിൾ റിസർച്ച് നടത്തിയിട്ട് പോപ്പുലേഷനിലോട്ട് ജനറലൈസ് ചെയ്യാൻ ലോജിക്കലായിരിക്കണം. പിന്നെ ഡെവലപ്പ് തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ ദ റിസർച്ച് ഔട്ട്കം. റിസർച്ച് ഔട്ട്കമ്മിനെ ബേസ് ചെയ്തിട്ട് പ്രിൻസിപ്പിൾസും തിയറീസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദ റിസർച്ച് നീഡ് ടു ബി സ്റ്റേറ്റഡ് ഇൻ എ ക്ലിയർ ആൻഡ് സ്പെസിഫിക് മാനർ. നമ്മുടെ ഈ റിസർച്ച് നടത്തുന്നതിൻ്റെ ആവശ്യകത എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം. ദ റിസർച്ച് പ്രൊസീജിയർ നീഡ്സ് ടു ബി പ്ലാൻഡ് അഡ്യൂക്കേറ്റ്ലി. റിസർച്ച് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. റിസർച്ച് ഡിസൈൻ നീഡ്സ് ടു ബി അപ്രോപ്രിയേറ്റ്ലി സെലക്ട്. നമ്മുടെ റിസർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസൈൻ തന്നെ നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യണം. ആൻഡ് ബേസ്ഡ് ഓൺ ദ പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദ റിസർച്ച് അപ്രോപ്രിയേറ്റ് ടൂൾസ് നീഡ്സ് ടു ബി യൂസ്ഡ് ഫോർ ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ഉള്ള ടൂൾസുകൾ യൂസ് ചെയ്യണം. ഇതൊക്കെയാണ് ഒരു ഗുഡ് സൈക്കോളജിക്കൽ റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്.
ഏതൊക്കെയാണ്? സിസ്റ്റമാറ്റിക് ആയിരിക്കണം, സയൻറ്റിഫിക് ആയിരിക്കണം, അതേപോലെ തന്നെ സൈക്കോളജിക്കൽ റിസർച്ച് ലോജിക് ആയിരിക്കണം, ജനറലൈസ് ചെയ്യാൻ പറ്റണം, തിയറീസും പ്രിൻസിപ്പിൾസും ഡെവലപ്പ് ചെയ്യാൻ പറ്റണം, പിന്നെ പ്രോബ്ലം സ്പെസിഫിക് മാനറിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ഒബ്ജക്റ്റിവിറ്റി എൻഷുർ ചെയ്യണം, റിസർച്ച് പ്രൊസീജിയർ പ്ലാൻ ചെയ്യണം, റിസർച്ച് ഡിസൈൻ അപ്രോപ്രിയേറ്റ്ലി സെലക്ട് ചെയ്യണം, പിന്നെ ഡാറ്റ അനാലിസിസിനുള്ള ടൂൾസുകൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യണം. ഇത്രയാണ് റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു ഗുഡ് സൈക്കോളജിക്കൽ റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ ആണോ ഇത്? പലർക്കും ജോയിൻ ആവാൻ പറ്റുന്നില്ല, എനിക്ക് അഡ്മിറ്റ് ആക്കാൻ പറ്റുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ പറയണത്? കേൾക്കുന്നില്ല എന്ന് തോന്നണു അല്ലേ? കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. കേൾക്കുന്നുണ്ട് അല്ലേ? ഇനി സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്സ്. 6 സ്റ്റെപ്പുകളാണ് വരുന്നത്. നമുക്ക് ഓരോന്ന് സിമ്പിളായിട്ട് പറയാം. ആദ്യത്തെ റിസർച്ച് ഐഡിയ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? റിസർച്ച് ഐഡിയ ഡെവലപ്പ് ചെയ്യണം. അതായത് നമുക്ക് കൃത്യമായിട്ടൊരു പ്രോബ്ലം വേണം. നമ്മൾ ഡിസർട്ടേഷൻ ആയാലും റിസർച്ച് ആയാലും പ്രോജക്റ്റ് ആയാലും എന്ത് വേണം? ആദ്യം ഒരു ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? റിസർച്ച് പ്രോസസ്സ് ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസർച്ച് ഐഡിയ ഡെവലപ്പ് ചെയ്യലാണ്. അതായത് ഒരു ഇഷ്യൂ അല്ലെങ്കിൽ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. വൺ ക്യാൻ ഒബ്റ്റെയിൻ റിസർച്ച് ഐഡിയ ബൈ ഒബ്സർവിങ് വൺ സറൗണ്ടിങ് ഓർ ഈവൻ ത്രൂ ഇൻട്രാക്ഷൻ വിത്ത് സർട്ടൻ എക്സ്പെർട്സ് ഇൻ സബ്ജക്റ്റ് ഏരിയ. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമുക്കറിയാവുന്ന ടോപ്പിക്കുകൾ എടുക്കാം. അതല്ലെങ്കിൽ അതുമായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആരെങ്കിലും അടുത്ത് നിന്ന് ഒരു സബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്താം, എക്സിസ്റ്റിംഗ് റിവ്യൂസ് അല്ലെങ്കിൽ സ്റ്റഡീസ് ഒക്കെ നടത്താം. ആൻഡ് ദിസ് ക്യാൻ ബി ഡൺ ബൈ റെഫറിങ് ടു ആർട്ടിക്കിൾസ്, റിസർച്ച് പേപ്പേഴ്സ്, ബുക്സ് ഓൺ സബ്ജക്റ്റ് ഏരിയ. നമ്മൾ ഏതാണോ ടോപ്പിക് എടുത്തിട്ടുള്ളത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്യും, യൂട്യൂബ് ചെയ്യും ഒക്കെ ചെയ്യും. അതേപോലെ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ്, റിസർച്ച് പേപ്പേഴ്സ്, ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? റെഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദ ഇഷ്യൂ ഓർ പ്രോബ്ലം ഹാസ് ബീൻ വെൽ റിസർച്ച്ഡ് ആൻഡ് നീഡ് നോട്ട് ബി സബ്ജക്റ്റഡ് ടു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. Review of literature also helps in selecting suitable design for research and will also provide latest information and develop further research. അപ്പോൾ ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പല ഏരിയാസിൽ സെർച്ച് ചെയ്യുന്നത്, ഗൂഗിള്, യൂട്യൂബ്, ആർട്ടിക്കിൾസ്, മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ്, ഇതൊക്കെ സെർച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തുക എന്ന് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും? ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ഏത് ഡിസൈനാണ് ഒരു റിസർച്ച് ഡിസൈൻ ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡ്യൂപ്ലിക്കേഷൻസ് ഒഴിവാക്കാം. ഒരാൾ ചെയ്ത റിസർച്ച് തന്നെ നമ്മൾ ചെയ്യുന്നതിൽ കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം? പുതിയ ടോപ്പിക്കുകൾ കിട്ടും. അപ്പോൾ ഈ ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തുന്നതിലൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഫോർ എക്സാമ്പിൾ, റിസർച്ചർ വാണ്ട്സ് ടു സ്റ്റഡി കെയർ ഗിവേഴ്സ് ഓഫ് ക്രോണിക്കലി ഇൽ പേഷ്യൻസ്. ഹി ഓർ ഷീ മേക്ക് ഫസ്റ്റ് ഗോ ത്രൂ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഐഡൻറ്റിഫൈ റെലവൻറ്റ് വാരിയബിൾസ് ആൻഡ് ദെൻ മേ കം അപ്പ് വിത്ത് എ ടോപ്പിക്. അതായത് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്താനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള വേരിയബിൾസ് കിട്ടും. ഫോർ ഇൻസ്റ്റൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് റെസിലിയൻസ്, സൈക്കോളജിക്കൽ വെൽബീയിങ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എമംഗ്സ്റ്റ് കെയർ ഗിവേഴ്സ് ഓഫ് ക്രോണിക്കലി ഇൽ പേഷ്യൻസ്. ഇതാണ് ഇപ്പോൾ ആൾക്ക് എന്താണ് റിസർച്ചിന് വേണ്ടത്? ക്രോണിക്കലി ഇൽ പേഷ്യൻസിൻ്റെ കെയർ ഗിവേഴ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. ഇപ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തിയപ്പോൾ നമുക്കിവിടെ വേരിയബിൾസ് കിട്ടിയത് ഏതൊക്കെയാണ്? റെസിലിയൻസ്, സൈക്കോളജിക്കൽ വെൽബീയിങ്, അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ 3 എണ്ണമാണ് എന്ത്? വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തുന്നതിലൂടെ നമുക്ക് വേരിയബിൾസും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റെപ്പ് 1 മനസ്സിലായോ? അയ്യോ, നെറ്റ് പോയോ?
ക്ലാസ് ഇനി ഉണ്ടാവോ? എനിക്കിവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ കാണിക്കുന്നുണ്ട്, നന്നായിട്ടുണ്ട്. ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം കേൾക്കാവോ? കേൾക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. സ്ക്രീൻ കാണുന്നില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ടോ? അപ്പോൾ സ്റ്റെപ്പ് 1 മനസ്സിലായോ? വേരിയബിൾസ് ഒക്കെ സെലക്ട് ചെയ്ത് പറഞ്ഞത് ഓക്കെ ആണോ? ഇനി സ്റ്റെപ്പ് 2, സ്റ്റേറ്റിംഗ് ദ പ്രോബ്ലം ആൻഡ് ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്, അതിനെ സ്റ്റേറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. വൺ ദ റിസർച്ച് ഐഡിയ ഈസ് ഐഡൻറ്റിഫൈഡ് ആൻഡ് ദ റിസർച്ചർ ഹാസ് ഫെയർ ഐഡിയ അബൌട്ട് ദ എക്സിസ്റ്റിംഗ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം ക്യാൻ ബി സ്റ്റേറ്റഡ് ആൻഡ് ഹൈപ്പോത്തസിസ് ക്യാൻ ബി ഫോർമുലേറ്റഡ്. അപ്പോൾ ഒരു റിസർച്ച് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തും, പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുന്നു, ആൻഡ് ദെൻ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നു ബേസ്ഡ് ഓൺ ദ എക്സാമ്പിൾ ദാറ്റ് വാസ് ഡിസ്കസ്ഡ് അണ്ടർ സ്റ്റെപ്പ് 1. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുന്നത്? ടു സ്റ്റഡി ദ റെസിലിയൻസ്, സൈക്കോളജിക്കൽ വെൽബീയിങ്, അഡ്ജസ്റ്റ്മെൻറ്റ് എമംഗ്സ്റ്റ് കെയർ ഗിവേഴ്സ് ഓഫ് ക്രോണിക്കലി ഇൽ പേഷ്യൻസ്. കണ്ടോ? അപ്പോൾ ഇവിടെ ടു സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രോബ്ലം എഴുതുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു എക്സാമ്പിൾ എന്തായാലും എഴുതണം കേട്ടോ. ഈ സ്റ്റെപ്പുകൾ എഴുതുമ്പോൾ ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം ഹൈപ്പോത്തസിസ് ക്യാൻ ഓൾസോ ബി ഫോർമുലേറ്റ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാം. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. താൽക്കാലികമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈപ്പോത്തസിസ് കൊടുക്കുക. കണ്ടോ, ഇവിടെ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ദർ വിൽ ബി സിഗ്നിഫിക്കൻറ്റ് കോറിലേഷൻ ബിറ്റ്വീൻ റെസിലിയൻസ്, സൈക്കോളജിക്കൽ വെൽബീയിങ് ഓഫ് കെയർ ഗിവേഴ്സ് ഓഫ് ക്രോണിക്കലി ഇൽ പേഷ്യൻസ്. കണ്ടപ്പോൾ ഇവിടെ ഹൈപ്പോത്തസിസ് എഴുതിയതാണ് ഈ കണ്ടത്. ദർ വിൽ ബി സിഗ്നിഫിക്കൻറ്റ് കോറിലേഷൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ ദർ ഈസ് നോ റിലേഷൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് കോറിലേഷൻ ബിറ്റ്വീൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹൈപ്പോത്തസിസ് എഴുതാം. അതായത് ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, താൽക്കാലികമായി വെച്ച് കൊടുക്കുന്ന ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്, പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുക, ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക. ഓക്കെ ആണോ? ഇനി സ്റ്റെപ്പ് 3, അപ്രോപ്രിയേറ്റ് റിസർച്ച് ഡിസൈൻ നീഡ്സ് ടു ബി സെലക്റ്റഡ്. നമ്മൾ റിസർച്ചിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഹൈപ്പോത്തസിസ് ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ഡിസൈൻ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. സ്യൂട്ടബിൾ റിസർച്ച് ഡിസൈൻ സെലക്ട് ചെയ്യണം. ഡിനോട്ട് സ്ട്രക്ചർ ഓഫ് ദ റിസർച്ച്. ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ചിൻ്റെ സ്ട്രക്ചറാണ്. കാരണം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഉള്ളവർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഏത് രീതിയിലുള്ള റിസർച്ചാണ് നടത്തുന്നതെന്നുള്ളത്. അപ്പോൾ ആസ് സ്റ്റേറ്റഡ് ബൈ കെർലിംഗർ, റിസർച്ച് ഡിസൈൻസ് ആർ ഇൻവെൻറ്റഡ് ടു എനേബിൾ റിസർച്ചർ ടു ആൻസർ റിസർച്ച് ക്വസ്റ്റ്യൻ വാലിഡ്ലി, ഒബ്ജക്റ്റീവ്ലി, ആക്യുറേറ്റ്ലി, ഇക്കണോമിക്കലി ആസ് പോസിബിൾ. അപ്പോൾ ഒരു റിസർച്ച് ഡിസൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ പ്രോബ്ലം കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ വാലിഡ്ലി, അഡ്വക്കേറ്റ്ലി, ആക്യുറേറ്റ്ലി, ഇക്കണോമിക്കലി പോസിബിൾ എല്ലാം നമുക്ക് നോക്കിയിട്ട് ചെയ്യാനായിട്ട് ഒരു റിസർച്ച് ഡിസൈൻ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഇനി അടുത്തത് റിസർച്ച് ഡിസൈൻ ഹെൽപ്സ് ടു ഒബ്റ്റെയിൻ ആൻസേഴ്സ് ടു ദ റിസർച്ച് പ്രോബ്ലം ആൻഡ് കൺട്രോൾ വേരിയൻസ് ദാറ്റ് ഇൻക്ലൂഡ്സ് മാക്സിമൈസേഷൻ ഓഫ് ട്രൂ വേരിയൻസ്,
that is variance in independent variable leads to variance in dependent variable and minimization of error variance dependent variable and can be attributed to extraneous variables. ഇത്രയും മനസ്സിലാക്കി. ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മളൊരു കൃത്യമായിട്ടൊരു റിസർച്ച് ഡിസൈൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ട്രൂ വേരിയൻസിനെ നമുക്ക് മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ മാക്സിമൈസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എറർ വേരിയൻസുകളെ മിനിമൈസ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. ട്രൂ വേരിയൻസും എറർ വേരിയൻസും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ട്രൂ വേരിയൻസിനെ നമുക്ക് എന്ത് ചെയ്യും? മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റും. എറർ വേരിയൻസിനെ മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. എറർ വേരിയൻസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ റിസർച്ചിൽ ആവശ്യമില്ലാത്ത എക്സ്ട്രീനിയസ് വേരിയബിൾസിനെയാണ് ഈ എറർ വേരിയൻസ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് മിനിമൈസ് ചെയ്യാനും ഈ റിസർച്ച് ഡിസൈൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. There are various types of research design. For example, factorial, small and design. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് റിസർച്ച് ഡിസൈൻ്റെ എക്സാമ്പിൾസ്. ഫാക്ടോറിയൽ ഡിസൈൻ, സ്മോൾ ആൻഡ് ഡിസൈൻസ് ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾസ് ആണ് കേട്ടോ. അതിനടുത്തത് സ്റ്റെപ്പ് 4 ഡാറ്റ കളക്ഷൻ. അപ്പോൾ ഏറ്റവും ആദ്യം റിസർച്ച് ഐഡിയ ഡെവലപ്പ് ചെയ്തു, പിന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തി സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്തു, ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്തു. സ്റ്റെപ്പ് 3 റിസർച്ച് ഡിസൈൻ സെലക്ട് ചെയ്തു. സ്റ്റെപ്പ് 4 എന്താണ്? ഡാറ്റ കളക്ഷനാണ്. When the statement of problem is stated, hypothesis formulated and the research design is finalized, one can then move to the next step, that is data collection. എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഡാറ്റ കളക്ഷൻ ആണ്. നമുക്ക് വേണ്ട ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം പോപ്പുലേഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് സാമ്പിൾ എടുക്കാം. ആ സാമ്പിളിൽ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. സാമ്പിൾ സൈസ് സെലക്ട് ചെയ്യുന്നതിന് സാമ്പിൾ ടെക്നിക്സുകളുണ്ട്. The researcher will have to select a sample size and also a sampling technique to carry out the study. അപ്പോൾ അതിന് ഈ ഒരു ഡാറ്റ കളക്ഷൻ നടത്തുന്നതിന് സാമ്പിൾ സൈസ് സെലക്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 1000 പേരാണ് പോപ്പുലേഷൻ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു 500 പേരെടുത്തിട്ടായിരിക്കും സ്റ്റഡി നടത്തുന്നത്. കാരണം എന്താണ്? 500 പേരെന്ന് പറയുന്നത് സാമ്പിളാണ്. അപ്പോൾ നമ്മൾ സാമ്പിളിൻ്റെ സൈസ് സെലക്ട് ചെയ്യണം. പിന്നെ അതിന് വേണ്ട സാമ്പിളിംഗ് ടെക്നിക്കുകളുണ്ട്. ഇതൊക്കെ ജസ്റ്റ് പേരുകൾ പഠിച്ചു വയ്ക്കാം. സാമ്പിളിംഗ് ടെക്നിക്സിൻ്റെ പേരുകൾ പഠിച്ചു വയ്ക്കാം. ഇനി ഡാറ്റ കളക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഡാറ്റ അനലൈസിസ് ആണ്. ഡാറ്റ ഒബ്റ്റൈൻഡ് വിൽ ബി സബ്ജക്റ്റഡ് ടു ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനാലിസിസ് ഓൾസോ ക്യാൻ ബി ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റ ചിലപ്പോൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആയിരിക്കാം. നമ്മൾ എന്ത് ചെയ്യും? അതിനെ അനാലിസിസ് നടത്തും. Data collection, then the data will make qualitatively analyzed. If he or she used to standardized psychological test, then the obtained raw score can be subjected to statistical analysis. അപ്പോൾ നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റ്, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റ് വെച്ചിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും? സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യും. എന്നിട്ടാണ് റിസൾട്ട് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി they are having conclusions and make generalizations. Step 6 എന്താണ്? കൺക്ലൂഷൻസും ജനറലൈസേഷൻസും. Based on the data analysis, the research and then draw conclusions and make generalization. That is, the result generated from the sample representative can then be generalized to the population. നമുക്ക് എന്താണ്? സാമ്പിളിൽ നിന്ന് കിട്ടുന്ന റിസർച്ച് പോപ്പുലേഷനിലോട്ട് ജനറലൈസ് ചെയ്യണം. ചിലപ്പോൾ നമ്മളൊരു 10,000 പേരെടുത്തിട്ടായിരിക്കും റിസർച്ച് ചെയ്യുക. പക്ഷേ 10,000 പേരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് എളുപ്പമില്ല? റിസർച്ച് ചെയ്യാനായിട്ട് എളുപ്പമില്ല. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യും? അതിനാണ് സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ 100, 200, 500 പേരെടുത്തിട്ട് എളുപ്പത്തിൽ റിസർച്ച് ചെയ്യും. എന്നിട്ട് ഈ 500 പേരിലും കിട്ടിയ കാര്യങ്ങൾ എന്ത് ചെയ്യും? ഈ 10,000 പേരിലും ജനറലൈസ് ചെയ്യും. 10,000 എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷനാണ്. ഫോർ എക്സാമ്പിൾ പോപ്പുലേഷനാണ്, നമ്മൾ അതിൽ ജനറലൈസ് ചെയ്യും. അപ്പോൾ സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് ജനറലൈസേഷനാണ്. ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് അറ്റ് ദി സ്റ്റേജ് ടു adequately report the findings software research for the benefit of other such as experts, students and society in general. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? നമ്മൾ അതിന് വേണ്ട റിസർച്ച് സോഫ്റ്റ്വെയർ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിത് ജനറലൈസ് ചെയ്യാനാണ് പോകുന്നത്. ഭാവിയിലെ ആൾക്കാർക്ക് അത് ഉപയോഗിക്കാനായിട്ട് നമ്മളിത് ജനറലൈസ് ചെയ്യും. ചിലപ്പോൾ തിയറിയും പ്രിൻസിപ്പിൾസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ അഡ്യൂക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും 6 സ്റ്റെപ്പുകൾ പറഞ്ഞു. ഓക്കെ ആണോ ഈ 6 എണ്ണം? ഓക്കെ ആണോ? കേൾക്കുന്നില്ല? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി അടുത്തത് എത്തിക്കൽ ഇഷ്യൂസ്. ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എത്തിക്കൽ ഇഷ്യൂസ്. വിട്ടുപോകണ്ട. റിസർച്ച് ഇൻ സൈക്കോളജി ഈസ് നെസസറിലി ക്യാരിഡ് ഔട്ട് ഓൺ ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ്. ഇൻ ദിസ് റിഗാർഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഫോളോ സർട്ടൻ എത്തിക്കൽ ഇഷ്യൂസ്. അപ്പോൾ ഇതിൽ എത്തിക്സ് വരുന്നത് നമ്മൾക്ക് ബെനിഫിഷ്യൻസ് ആൻഡ് നോൺ മാലെഫിഷ്യൻസ്.
ബെനിഫിഷ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ റിസർച്ച് നടത്തുന്നതിന് മുൻപ് എന്ത് ചെയ്യണം, നമ്മുടെ പാർട്ടിസിപ്പൻസിനോട് ഈ ഒരു റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് പറയണം. അതിനെയാണ് ബെനിഫിഷ്യൻസ് എന്ന് പറയുന്നത്. needs to be carried out by keeping in mind its benefit to the participants അതിനോട് ബെനിഫിഷ്യൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി എൻഷുർഡ് ദാറ്റ് ദ പാർട്ടിസിപ്പൻസ് ആർ നോട്ട് സബ്ജക്റ്റഡ് ടു എനി ഹാം നോൺ മാലഫിഷ്യൻസ്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ ഇവർക്കൊരു കുഴപ്പവും പറ്റില്ല. അങ്ങനെ ഉറപ്പുവരുത്തുന്നതിനാണ് നമ്മൾ നോൺ മാലഫിഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ആദ്യത്തെ പോയിന്റ് അതാണ്. ഇനി അടുത്തത് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. Privacy and confidentiality of the participant needs to be maintained. പാർട്ടിസിപ്പൻറ്റിൻ്റെ പ്രൈവസിയും കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. റിസർച്ചർ നീഡ്സ് ടു ടേക്ക് അഡ്വക്കേറ്റ് കെയർ ടു എൻഷുർ ദാറ്റ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ പാർട്ടിസിപ്പൻസ് ഈസ് നോട്ട് റിവീൽഡ്. പാർട്ടിസിപ്പൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി പുറത്ത് പറയാനായിട്ട് പാടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് കൊടുക്കണം. ദ പാർട്ടിസിപ്പൻസ് മേ സീക്ക് പ്രൈവസി ആൻഡ് മേ നോട്ട് വാണ്ട് ടു അതേഴ്സ് ടു നോ ദാറ്റ് ദേ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിസർച്ച്. ചിലപ്പോൾ അവർ റിസർച്ചിൽ പങ്കെടുത്തു എന്ന് അവർക്ക് പുറത്ത് പറയാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പ്രൈവസി നോക്കേണ്ടത്. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, ഒരു എംപ്ലോയി ഒരു റിസർച്ചിൽ പങ്കെടുത്തത് ബാക്കി എംപ്ലോയീസ് അറിയരുതെന്ന് അയാൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഐഡൻറ്റിറ്റി പുറത്ത് പറയാതിരിക്കാം. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺഫിഡൻഷ്യാലിറ്റി. അത് എന്താണ്, വേർ ഇൻഫർമേഷൻ ആൻഡ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ പാർട്ടിസിപ്പൻറ്റ് ആർ നോട്ട് ഷെയർഡ് ബൈ ദ റിസർച്ചർ വിത്ത് അതേഴ്സ്. കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. അതായത് പങ്കെടുത്ത ആളുടെ ഇൻഫർമേഷൻസും ഡീറ്റെയിൽസും ഡാറ്റാസും ഒന്നും നമ്മൾ മറ്റാരുമായിട്ട് ഷെയർ ചെയ്യില്ല. അതിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. വൺ വേ ഇൻ വിച്ച് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ക്യാൻ ബി അഷ്വേർഡ് ബൈ യൂസിങ് കോഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദ നെയിം ഓഫ് ദ പാർട്ടിസിപ്പൻസ്. അപ്പോൾ നമുക്ക് ഇതിന് പകരം എന്ത് യൂസ് ചെയ്യാം, കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ട് കോഡുകൾ യൂസ് ചെയ്യാം. നമുക്ക് പേരുകളൊക്കെ ആണെന്നുണ്ട് വെച്ചെങ്കിൽ ഇപ്പോൾ DEP അല്ലെങ്കിൽ നമ്പർ ഇട്ടിട്ടൊക്കെ കൊടുക്കാം. OP നമ്പറൊക്കെ ഇടുന്ന പോലെ DEP എന്ന് പറഞ്ഞിട്ട് കോഡോ അല്ലെങ്കിൽ നമ്പറൊക്കെ ഇട്ടിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാം. ഇനി അടുത്തത് അനോണിമിറ്റി പറയുന്നുണ്ട്. Anonymity denotes that even the researcher may not be able to identify the participant. In anonymity, the participant may have objection to others knowing that they participated in the research but may have no problem with their performance details being shared. അതായത് റിസർച്ചർ പങ്കെടുത്തു എന്നുള്ളത് അറിയാനായിട്ട് പാടില്ല, പക്ഷേ ആളുടെ ഡീറ്റെയിൽസും ഡാറ്റാസും ഒക്കെ എന്ത് ചെയ്യാം, റിസർച്ചിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതിനെയാണ് അനോണിമിറ്റി എന്ന് പറയുന്നത്. ഡീറ്റെയിൽസ് പറയരുത്, പക്ഷേ ഡാറ്റാസ് ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാം. അതിനെയാണ് അനോണിമിറ്റി എന്ന് പറയാം. ഇനി അടുത്തത് ഇൻഫോംഡ് കൺസെൻറ്റ്. ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറയുന്നത് എന്താ, അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാനായിട്ടുണ്ടായിരിക്കും. അതായത് റിസർച്ചിൻ്റെ ഡീറ്റെയിൽസ് എഴുതണം. ആൻഡ് ദിസ് ഈസ് ഡൺ ബൈ ടേക്കിംഗ് ഇൻഫോംഡ് കൺസെൻറ്റ് ഫ്രം ദ പാർട്ടിസിപ്പൻസ്. പാർട്ടിസിപ്പൻറ്റിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇൻഫോംഡ് കൺസെൻറ്റ് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഉറപ്പ് വരുത്തും. ആൻഡ് ഇൻഫോംഡ് കൺസെൻറ്റ് നീഡ്സ് ടു പ്രൊവൈഡ് ഡീറ്റെയിൽസ് അബൌട്ട് ദ റിസർച്ച് ഇൻക്ലൂഡിങ് ഡ്യൂറേഷൻ, പ്രൊസീജിയർ ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ്. അപ്പോൾ ഇൻഫോംഡ് കൺസെൻറ്റിൽ വേണ്ട കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഒന്ന്, ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം, എത്ര ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു റിസർച്ച് നടത്തുന്നത്. പിന്നെ പ്രൊസീജിയർ ഉണ്ടായിരിക്കണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കണം, ഇൻക്ലൂഡിങ് ഇൻസെൻറ്റീവ്സ് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതും ഇതിൽ എഴുതിയിരിക്കണം. ഇറ്റ് ഓൾസോ നീഡ്സ് ടു മെൻഷൻ ദാറ്റ് ദ പാർട്ടിസിപ്പൻറ്റ് ഹാവ് റൈറ്റ് ടു ഡിക്ലൈൻ ഫ്രം പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ റിസർച്ച് ഓർ ടു ലീവ് ഓർ വിഡ്രോ ഈവൻ ആഫ്റ്റർ റിസർച്ച് ഹാസ് സ്റ്റാർട്ടഡ്. ഇതിൽ എന്ത് മെൻഷൻ ചെയ്യണം, ഈ റിസർച്ച് തുടങ്ങിയതിന് ശേഷം പാർട്ടിസിപ്പൻറ്റിന് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോവാം, അതിനുള്ള റൈറ്റ് ഉണ്ട്, അത് അതിൽ എഴുതണം. അതേപോലെ തന്നെ ഏതെങ്കിലും ഇപ്പോൾ വിഡ്രോ ചെയ്ത് പോകുന്നതിലൂടെ എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടെങ്കിൽ അതും ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. കണ്ടോ, കോൺസിക്വൻസസ് വിത്ത് റിഗാർഡ് ടു ഡെനിയിങ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ റിസർച്ച് ഓർ വിഡ്രോയിങ് ഫ്രം ദ റിസർച്ച് ഓൾസോ നീഡ്സ് ടു ബി എക്സ്പ്ലെയിൻഡ് ഇൻ ദ ഇൻഫോംഡ് കൺസെൻറ്റ്. ദ പാർട്ടിസിപ്പൻറ്റ് ഓൾസോ നീഡ് ടു ബി അപ്ഡേറ്റഡ് അബൌട്ട് ദ റിസ്ക് that they may face during their participation. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും റിസ്ക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് എഴുതണം. ഇനി എന്തെങ്കിലും ലിമിറ്റേഷൻസ്, കോൺഫിഡൻഷ്യാലിറ്റി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് പറയണം. ആൻഡ് ലാസ്റ്റ്ലി ദ ഡീറ്റെയിൽസ് ഓഫ് ദ കോണ്ടാക്ട് പേഴ്സൺ. ഒരു മിനിറ്റ് കേട്ടോ. ജോയിൻ ആവുന്നവരെ അഡ്മിറ്റ് ചെയ്യാൻ ഒരു വഴിയില്ല, അഡ്മിറ്റ് ആക്കാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് പറയണം. ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യണം, ഒരാളുടെ കോൺടാക്റ്റ് നമ്പർ വെച്ച് കൊടുക്കണം. കാരണം ഈ പാർട്ടിസിപ്പൻസിന് എന്തെങ്കിലും അറിയണമെന്നുണ്ട് വെച്ചെങ്കിൽ അത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻഫോംഡ് കൺസെൻറ്റിൽ വേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്.
ഇവിടെ തൊട്ട് എഴുതണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂറേഷൻ, പ്രൊസീജിയർ വേണം, ബെനിഫിറ്റ്സ് വേണം, പിന്നെ ഡിക്ലൈൻ ചെയ്യാനുള്ള റൈറ്റ് എഴുതണം. ഇനി ഡിക്ലൈൻ ചെയ്ത് പോയാൽ തന്നെ എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടെങ്കിൽ അത് എഴുതണം. പിന്നെ അതുപോലെ തന്നെ എന്താണ്, എന്തെങ്കിലും റിസ്ക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ, പാർട്ടിസിപ്പേഷൻ ടൈമിൽ എന്തെങ്കിലും റിസ്ക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് എഴുതണം. കോൺഫിഡൻഷ്യാലിറ്റിയിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് എഴുതണം. പിന്നെ ലാസ്റ്റ് എന്ത് വേണം, ഒരാളുടെ കോൺടാക്റ്റ് നമ്പർ വെച്ച് കൊടുക്കണം. കാരണം ഈ ഒരാൾക്ക് എന്തെങ്കിലും അന്വേഷണങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ടെങ്കിൽ ഒരു ഇൻഫോംഡ് കൺസെൻറ്റിൽ ഒരു കോൺടാക്ട് പേഴ്സൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ എത്തിക്സ്? ഓക്കെ ആണോ? ഇനി ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ഇത് നിങ്ങൾ ഈ ടേബിൾ പഠിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടേബിൾ പഠിക്കുക, എന്നിട്ട് അതൊരു പാരഗ്രാഫൊക്കെ അല്ലെങ്കിൽ പോയിന്റ് ആക്കിയിട്ട് എഴുതുക. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഓൾറെഡി ഒരു തിയറി ഉണ്ടായിരിക്കും, അതിനെ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിഡക്റ്റീവ് മെത്തേഡാണ് കേട്ടോ പറയുന്നത്. ഓൾറെഡി ഒരു തിയറി ഉണ്ട്, നമ്മളതിനെ ടെസ്റ്റ് ചെയ്യുന്നു. ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. പുറത്ത് വയ്ക്കാൻ എന്താ നല്ലത്, ടോപ്പിൽ എപ്പോഴും തിയറി ഉണ്ടായിരിക്കും. തിയറി ടോപ്പിലാണ് ഇരിക്കുന്നത്. നമ്മളതിനെ അതിനെ മേലെ നിന്ന് എടുത്തിട്ട് താഴോട്ട് കൊടുന്നിട്ട് അതിനെ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഓർത്ത് വയ്ക്കുക. എ ലാർജ് സാമ്പിൾ ഈസ് ടേക്കൺ ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ജനറലൈസേഷൻ ഓഫ് ദ ഫൈൻഡിങ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു, വലിയൊരു സാമ്പിൾ എടുക്കും. കാരണം തിയറിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. വലിയൊരു സാമ്പിൾ എടുത്തിട്ടാണ് റിസർച്ച് ചെയ്യുന്നത്. എന്നിട്ടാണ് ജനറലൈസേഷൻ ഫൈൻഡിങ്സ് ഒക്കെ നടത്തുന്നത്. ഒരുപാട് സ്ട്രക്ചേർഡ് ആയിരിക്കും. ലെസ് ടൈം ഈസ് കൺസ്യൂംഡ്. വളരെ കുറച്ച് സമയം മതി. കാരണം എന്താണ്, ഓൾറെഡി തിയറി ഉണ്ട്, നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം അധികം ആവശ്യമായിട്ട് വരുന്നില്ല. ഇനി ഇൻഡക്റ്റീവ് മെത്തേഡ് നേരെ ഓപ്പോസിറ്റാണ്. എന്ത് ചെയ്യാണ്, തിയറി ഇവിടെ നമ്മൾ ഉണ്ടാക്കണം, നേരെ നമ്മൾ ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. മെയിൻ ഫോക്കസ് ഈസ് ഓൺ ബിൽഡിങ് എ ന്യൂ തിയറി. ബോട്ടം അപ്പ് അപ്രോച്ചാണ്. താഴെ നിന്ന് തുടങ്ങുകയാണ്. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് തുടങ്ങി തിയറിയിലോട്ട് എത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെസ് ഫോക്കസ് ഓൺ ജനറലൈസേഷൻ. ഇവിടെ ജനറലൈസേഷൻ വല്ലാതായിട്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം എന്താ, തിയറി ഉണ്ടാക്കലാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. ജനറലൈസേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ലെസ് സ്ട്രക്ചേർഡ് ആയിരിക്കും. ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഒരുപാട് ടൈം വേണ്ടി വരുന്നുണ്ട്. കാരണം എന്താ, തിയറി ഉണ്ടാക്കി കൊണ്ടുവരണം. അപ്പോൾ ഒന്നേന്ന് തുടങ്ങി തിയറിലോട്ട് എത്തുമ്പോൾ ഒരുപാട് ടൈം വേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചിട്ട് ഈ പറയുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. ഇനി ഇതിൽ തന്നെ എന്തുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ റിസർച്ച് എന്താണെന്ന് എഴുതാം. റിസർച്ചിൽ സാമ്പിൾ പോപ്പുലേഷനൊക്കെ എന്താണെന്ന് എഴുതിയതിന് ശേഷം മാത്രം ഡിഡക്റ്റീവ് മെത്തേഡും ഇൻഡക്റ്റീവ് മെത്തേഡും എഴുതിയാൽ മതി. കാരണം ഇതിൽ സാമ്പിളും പോപ്പുലേഷനൊക്കെ പറയുന്നുണ്ട്, ജനറലൈസ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മതി, അതൊക്കെ എഴുതിയതിന് ശേഷം ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ് എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ മാം. ഇനി അടുത്തത് സെക്കൻഡ് ചാപ്റ്ററിൽ പ്രോബ്ലത്തിൻ്റെ നേച്ചർ ആൻഡ് മീനിങ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻറ്റിഫിക് പ്രോബ്ലം, പിന്നെ വരുന്നത് ടൈപ്സ് ഓഫ് റിസർച്ച്, ഹൈപ്പോത്തസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്ന് പറയാം. നേച്ചർ ആൻഡ് മീനിങ് ഓഫ് പ്രോബ്ലം. The formulation of a problem is especially important as it guides our inquiry. According to Townsend, a problem is a question proposed for a solution. രണ്ട് ഡെഫിനിഷൻ വരുന്നുണ്ട്, ഏതെങ്കിലും ഒന്ന് പഠിക്കാം. ഇപ്പോൾ ടൗൺസെൻഡ് പറഞ്ഞ ഡെഫിനിഷൻ എന്താണ്, ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തണം, അതിനുള്ള ഒരു ക്വസ്റ്റ്യനെയാണ് നമ്മൾ പ്രോബ്ലം എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു കെർലിംഗർ, എ പ്രോബ്ലം ഈസ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ആസ്ക് വാട്ട് റിലേഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. അപ്പോൾ കെർലിംഗർ പറഞ്ഞത് രണ്ടോ അല്ലെങ്കിൽ കൂടുതലോ വേരിയബിൾസിൻ്റെ ഇടയിലുള്ള റിലേഷൻ എന്താണ് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ് ഒരു പ്രോബ്ലം. അങ്ങനെ രണ്ട് ഡെഫിനിഷൻ ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് എഴുതാം. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം പറയുന്നുണ്ട്. ഇൻ ഓർഡർ ടു ബി ഏബിൾ ടു സീക്ക് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു വാട്ട് എക്സാക്ട്ലി ദ ക്വസ്റ്റ്യൻ ആർ. ദസ് എ റിസർച്ചർ സീക്സ് ആൻസർ ടു സർട്ടൻ പ്രോബ്ലം ഓർ ഇഷ്യൂ ഹാവിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം ദാറ്റ് ഈസ് ക്ലിയർ ആൻഡ് സ്പെസിഫിക്. നമ്മളൊരു ക്വസ്റ്റ്യന് ആൻസേഴ്സ് കണ്ടെത്തുമ്പോൾ അതെന്തായിരിക്കണം, ക്വസ്റ്റ്യൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ പ്രോബ്ലം ഇഷ്യൂ, അതൊക്കെ നമ്മൾ ആൻസേഴ്സ് കണ്ടെത്തുമ്പോൾ പ്രോബ്ലം ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ എന്താണ്, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയണം. അതേപോലെ തന്നെ പ്രോബ്ലം ദാറ്റ് ഈസ് ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിരിക്കണം. ഇനി പ്രോബ്ലം ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഇൻട്രോഗേറ്റീവ് ഇൻ നേച്ചർ ആൻഡ് ഫോക്കസസ് ഓൺ ദ ഒബ്ജക്റ്റീവ് ഓർ പർപ്പസ് ഓഫ് ദ റിസർച്ച്. റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവും പർപ്പസും എന്താണ്, അതിൽ ഫോക്കസ് ചെയ്തതായിരിക്കണം നമ്മുടെ പ്രോബ്ലം. കാരണം പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം എന്ത് റിസർച്ചാണ് നടത്തുന്നത് എന്നുള്ളത്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടു സ്റ്റഡി ദ റെസിലിയൻസ്, സൈക്കോളജിക്കൽ വെൽബീയിങ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അമംഗ് കെയർ ഗിവേഴ്സ്.
അപ്പോൾ ഒരു പ്രോബ്ലം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് റിസർച്ച്, കെയർ ഗിവേഴ്സിനെ പറ്റിയിട്ടുള്ള റിസർച്ചാണ്, ഇതൊക്കെയാണ് വേരിയബിൾസ്. അങ്ങനെയുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന തരത്തിലായിരിക്കണം എന്ത് ഒരു പ്രോബ്ലം. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ ഫോമിലായിരിക്കണം പ്രോബ്ലം എഴുതുന്നത് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്ക് എൻവയർമെൻറ്റ് ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. ഇനി മെയിൻ ക്രൈറ്റീരിയാസ് പറയുന്നത് ഫോക്കസ് ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ഇൻ ദ റിസർച്ച്. ഒരു റിസർച്ചിൽ 2 അതിൽ കൂടുതലോ വേരിയബിൾസിൽ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ റിലേഷൻ എന്താണെന്ന് കണ്ടെത്തുന്നു. ഇറ്റ് ഈസ് നീഡ്സ് ടു ബി സ്റ്റേറ്റഡ് ക്ലിയർലി ആൻഡ് ഷുഡ് ലാക്ക് എനി ആംബിഗിറ്റി. ക്ലിയർ ആയിരിക്കണം, അവ്യക്തത പാടില്ല. ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു സബ്ജക്റ്റ് ടു സയൻറ്റിഫിക് ടെസ്റ്റിംഗ്. സയൻറ്റിഫിക് ടെസ്റ്റിംഗ് ചെയ്യാൻ തരത്തിൽ പോസിബിൾ ആയിരിക്കണം. ഇതാണ് 3 ക്രൈറ്റീരിയാസ് പറയുന്നത്. ഇനി അടുത്തത് പ്രോബ്ലത്തിൽ പിന്നെ ഇമ്പോർട്ടൻ്റ് വരുന്നത് ഐഡൻറ്റിഫൈയിങ് എ റിസർച്ച് പ്രോബ്ലം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സയൻറ്റിഫിക് പ്രോബ്ലം പറയാം. A problem statement is written clearly and unambiguously, usually in question form. A few examples of problem statement are given below. ഇപ്പോൾ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം? ക്ലിയർ ആയിരിക്കണം, അതേപോലെ തന്നെ ആംബിഗ്വിറ്റി പാടില്ല, അൺആംബിഗ്യസ്ലി ആയിരിക്കണം, യൂഷ്വലി ഒരു ക്വസ്റ്റ്യൻ ഫോമിലായിരിക്കണം. എ പ്രോബ്ലം എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more than 2 വേരിയബിൾസ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, 2 അതിൽ കൂടുതലോ വേരിയബിൾസിൻ്റെ റിലേഷൻ കാണിക്കുന്നു. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് പ്രോബ്ലം പെർമിറ്റ്സ് ദി ഇൻവെസ്റ്റിഗേറ്റർ to manipulate 2 or more than 2 variables in order to examine the effects upon the other variables. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ റിസർച്ചർക്ക് എന്ത് ചെയ്യാം? 2 അതിൽ കൂടുതലോ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കണ്ടീഷൻസ് പറയുന്നത് ടെസ്റ്റഡ് ബൈ എംപിരിക്കൽ മെത്തേഡ്സ്, അതായത് സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. സോൾവബിൾ ആയിരിക്കണം, ഉത്തരം കിട്ടാത്ത ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, സോൾവബിൾ ആയിരിക്കണം. ഡാറ്റ ഓഫ് സയൻറ്റിഫിക് പ്രോബ്ലം ഷുഡ് ബി ക്വാണ്ടിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവിലായിരിക്കണം എന്ത്? നമ്മുടെ സയൻറ്റിഫിക് പ്രോബ്ലത്തിൻ്റെ ഡാറ്റ ഉണ്ടായിരിക്കുന്നത്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് എന്താ? നമ്പേഴ്സ് ആയിരിക്കണം. ആൻഡ് ദ വേരിയബിൾ റിലേറ്റിംഗ് ടു ദ പ്രോബ്ലം ഷുഡ് ബി ക്ലിയർ ആൻഡ് ഡെഫിനിറ്റ്. നമ്മുടെ പ്രോബ്ലത്തിൽ വരുന്ന വേരിയബിൾസ് ക്ലിയർ ആൻഡ് ഡെഫിനിറ്റ് ആയിരിക്കണം. ഇനി അടുത്തത് പറയുന്നത് ടൈപ്സ് ഓഫ് റിസർച്ച് പ്രോബ്ലം. ഹൈപ്പോത്തസിസ് പഠിക്കാം. ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സയൻസ് പ്രൊസീഡ്സ് വിത്ത് ഒബ്സർവേഷൻ, ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഹൈപ്പോത്തസിസ് റെഫേഴ്സ് ടു എ ടെൻറ്റേറ്റീവ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം. അപ്പോൾ പ്രോബ്ലത്തിലോട്ടുള്ള ഒരു ടെൻറ്റേറ്റീവ് സൊല്യൂഷനാണ് എന്ത്? ഹൈപ്പോത്തസിസ് താൽക്കാലികമായിട്ട് കൊടുക്കുന്നു. It refers to assumptions that are made in advance before starting the process of research. അപ്പോൾ ഒരു റിസർച്ച് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യുന്ന അസംഷനാണ് ശരിക്കും എന്ത്? ഹൈപ്പോത്തസിസ്. ചിലപ്പോൾ അത് ശരിയാവാം അല്ലെങ്കിൽ തെറ്റാവാം. നമ്മൾ അസ്യൂം ചെയ്ത് എഴുതുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തസിസ് ത്രൂ വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്, റിസർച്ച് ക്യാൻ അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദ ഹൈപ്പോത്തസിസ്. അപ്പോൾ ഈ ഒരു റിസർച്ചൊക്കെ കഴിഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് അവിടെ നടത്തും. എന്നിട്ട് അതിന് ശേഷം ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യേണ്ടി വരും. ഇഫ് ദ ഹൈപ്പോത്തസിസ് ഈസ് അക്സെപ്റ്റഡ് ദെൻ റിസർച്ചർ ക്യാൻ റെപ്ലിക്കേറ്റ് ദ റിസൾട്ട്സ്. ഇഫ് ഹൈപ്പോത്തസിസ് ഈസ് റിജക്റ്റഡ് ദെൻ റിസർച്ചർ ക്യാൻ റിഫൈൻ ഓർ മോഡിഫൈ ദ റിസൾട്ട്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് റിസൾട്ടിനെ റെപ്ലിക്കേറ്റ് ചെയ്യാം. ഇനി അതെല്ലാം റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്ത് എഴുതേണ്ടി വരും. കാരണം നമ്മൾ എഴുതിയ ഹൈപ്പോത്തസിസിനെ അവിടെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ അതിലെന്തുണ്ട്? നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റാണ്. അപ്പോൾ അതിനെ റിസൾട്ടിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് എഴുതും. ബൈ സ്റ്റേറ്റിംഗ് സ്പെസിഫിക് ഹൈപ്പോത്തസിസ് ദ റിസർച്ചർ നാരോസ് ദ ഫോക്കസ് ഓഫ് ദ ഡാറ്റ കളക്ഷൻ എഫേർട്ട് ആൻഡ് ഈസ് ഏബിൾ ടു ഡിസൈൻ ഡാറ്റ കളക്ഷൻ പ്രൊസീജിയർ which is aimed at testing plausibility of the hypothesis as a possible statement of the relationship between the terms of the research problem. It is therefore always useful to have a clear idea and vision about the hypothesis. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ ഹൈപ്പോത്തസിസിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയയും വിഷനും ഉണ്ടായിരിക്കണം. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ഷൻസ് ഒക്കെ നടത്തുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ റിസർച്ച് ക്വസ്റ്റ്യൻ ആസ് ദ റിസർച്ചർ ഇൻറ്റൻസ് ടു വെരിഫൈ ആസ് ഇറ്റ് വിൽ ഡയറക്റ്റ് ആൻഡ് ഗ്രേറ്റ്ലി ഹെൽപ്പ് ഇൻ ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ റിസൾട്ട്. അപ്പോൾ നമ്മുടെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഒരു റിസർച്ചറെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഈ ഹൈപ്പോത്തസിസ് ആണ്. അതായത് ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഹൈപ്പോത്തസിസ് മനസ്സിലാവുക പറഞ്ഞത്, ഇല്ലെങ്കിൽ നമുക്കതൊന്നും കൂടെ പറയാം. ഓക്കെ ആണോ ഹൈപ്പോത്തസിസ്? ഓക്കെ. ഇനി സോഴ്സസ് ഓഫ് ഹൈപ്പോത്തസിസ് കുഴപ്പമില്ല, അത് നമുക്ക് വിടാം. ഇനി ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് ഞാൻ പറയണില്ല കേട്ടോ, ഞാൻ വേഗം പറഞ്ഞു തീർക്കാനാണ്.
ഹൈപ്പോത്തസിസിൻ്റെ ടൈപ്സ് നമുക്ക് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് ഈസ് സിംബലൈസ്ഡ് ആസ് എച്ച് നോട്ട് എന്നാണ് കേട്ടോ വായിക്കുക. എച്ച് എന്ന് എഴുതിയിട്ട് 0 ചെറുതാണ്, ഇതുപോലെയല്ല, ഇവിടെ ഇങ്ങനെ താഴെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് എച്ച് നോട്ട് എന്നാണ് വായിക്കുക. The null hypothesis is useful tool in testing the significance of difference. എന്താണ് null hypothesis? നമുക്ക് ഡിഫറൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അതായത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, വേരിയബിൾസിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് ആണ്. ഈ ഡിഫറൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ആണ് നമ്മൾ null hypothesis യൂസ് ചെയ്യുന്നത്. In its simplest form, this hypothesis asserts that there is no true difference between two population mean and the difference found between sample means is accidental and unimportant. ഇപ്പോൾ ഇവിടെ null hypothesis എപ്പോഴും എഴുതുക എങ്ങനെയാണ്, there is no true difference എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുക, അല്ലെങ്കിൽ there is no difference, അല്ലെങ്കിൽ there is no significance difference, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് null hypothesis എഴുതുന്നത്. അതായത് വേരിയബിൾസിൻ്റെ ഇടയിൽ റിലേഷൻ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് null hypothesis എഴുതുക. ഇനി അഥവാ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫറൻസ് അവിടെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്സിഡൻ്റൽ ആൻഡ് അൺഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ആയിരിക്കാം അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ട്രഡീഷണലി null hypothesis states that there is zero relationship between terms of the hypothesis. അവിടെ null hypothesis ശരിക്കും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, റിലേഷൻ ഇല്ല എന്ന് പറയാം. അതായത് there is zero relationship between വേരിയബിൾസിൻ്റെ ഇടയിൽ ഒരു സീറോ റിലേഷൻഷിപ്പാണ് ഉള്ളത് എന്ന് കാണിക്കാനാണ് null hypothesis യൂസ് ചെയ്യുന്നത്. ഇനി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ട്. ഇത് എഴുതുന്നത് H1 അല്ലെങ്കിൽ HA എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. H1 അല്ലെങ്കിൽ HA is the hypothesis that specify those values that the researcher believes hold true and the researcher hopes that sample data will lead to acceptance of the hypothesis as true. ഇവിടെ എന്താണ്, ട്രൂ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമായിട്ടാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വെച്ച് കൊടുക്കുന്നത്. Alternative hypothesis represents all other possibilities and it indicates the nature of relationship. എന്താണ് ഇവിടെ റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ ആ രണ്ട് വേരിയബിളിൻ്റെ ഇടയിലും സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ഉണ്ട് എന്നാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് പറയുന്നത്. നേരത്തെ പോലെ നോ റിലേഷനോ അല്ലെങ്കിൽ സീറോ റിലേഷനോ അല്ല, ഇവിടെ ഒരു റിലേഷൻ അല്ലെങ്കിൽ പോസിബിലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് നമുക്കവിടെ കാണാം. ഓക്കെ ആണോ? അപ്പോൾ രണ്ടും മനസ്സിലായോ, നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും. ഓക്കെ, ഇനി അടുത്തത് ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്, നോൺ ഡയറക്ഷണലും ഉണ്ട്. ഇപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ പറയും, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് പറയും. അതാണ് ഡയറക്ഷൻ ഹൈപ്പോത്തസിസ്. ടിപ്പിക്കലി ദീസ് ആർ ടേക്കൺ ഫ്രം തിയറി. They can mean that a specific result is intellectually dedicated by the researcher. They specify the expected direction of the relationship between variables. Not only the presence of a relationship but also its nature is predicted by the research. അപ്പോൾ ഇവിടെ റിലേഷൻ ഉണ്ട് എന്ന് വെറുതെ പറയില്ല, ഏത് തരത്തിലുള്ള റിലേഷൻ ആണെന്നും കൂടെ പറയുന്നുണ്ട്. അതായത് അതിൻ്റെ ഡയറക്ഷൻ പറയും, പോസിറ്റീവ് റിലേഷൻ ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻ ആണോ. ഫോർ എക്സാമ്പിൾ, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് റിലേഷനാണ്. ഒരാൾ കൂടുമ്പോൾ മറ്റാൾ കുറയുന്നുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് റിലേഷനാണ്. അങ്ങനെയുള്ള ഡയറക്ഷൻ കൃത്യമായിട്ട് പറയും. ഇനി അടുത്തത് നോൺ ഡയറക്ഷണൽ ഉണ്ട്. ഇവിടെ ഡയറക്ഷൻസ് ഒന്നും പറയുന്നില്ല. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദർ ഈസ് ലിറ്റിൽ ഓർ നോർ തിയറി ഓർ വെൻ ഫൈൻഡിങ്സ് ഓർ പ്രീവിയസ് സ്റ്റഡീസ് ആർ കോൺട്രാഡിക്ടറി. ദേ മേ ഇംപ്ലൈ ഇമ്പാർഷ്യാലിറ്റി. ഡു നോട്ട് സ്റ്റിപ്പുലേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ്. ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ ഡയറക്ഷൻ പറയുന്നില്ല. അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ സെയിം ആണോ ഇതൊന്നും പറയില്ല. ജസ്റ്റ് ഒരു റിലേഷൻ ഉണ്ടെന്ന് മാത്രം പറയും. അതാണ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്. ഇനി അസോസിയേറ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ട്. ഇൻ this types the research proposes relationship between variables. Once one variable changes, the opposite variable also changes, but these hypotheses do not explain cause and effect. ഇവിടെ ഒരു വേരിയബിൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ വേരിയബിൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. ഇതാണ് അസോസിയേറ്റീവ് ഹൈപ്പോത്തസിസ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ മാറ്റം വരുന്നത് എന്നുള്ളത് പറയുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ബട്ട് ദീസ് ഹൈപ്പോത്തസിസ് ഡു നോട്ട് എക്സ്പ്ലെയിൻ കോസ് ആൻഡ് ഇഫക്റ്റ്. അതിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റ് പറയുന്നില്ല. ഒരു വേരിയബിൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വേരിയബിൾ ഓൾസോ ചേഞ്ചസ്. ഇനി കോംപ്ലക്സ് ഹൈപ്പോത്തസിസ്. എ കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് ഈസ് എ ഹൈപ്പോത്തസിസ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ മോർ ദാൻ ടു വേരിയബിൾസ്. രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എഴുതുന്ന ഹൈപ്പോത്തസിസ് കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് ആയിരിക്കും. കാരണം രണ്ട് വേരിയബിളിൻ്റെ റിലേഷൻ അല്ല, അതിൽ കൂടുതൽ വേരിയബിൾസ് വരുന്നത്. അപ്പോൾ കുറച്ച് കോംപ്ലക്സിറ്റി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് എന്ന് പറയും. ഓക്കെ ആണോ? ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ഒക്കെ മനസ്സിലായോ? ഇനി
ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞു ഹൈപ്പോതെസിസ് ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ ഒരു റിസർച്ച് പ്രോസസ്സിൻ്റെ ടൈമിൽ നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യും. ഹൈപ്പോതെസിസ് പെർട്ടേൻസ് ടു സർട്ടൻ ഫിനോമിന ആൻഡ് ഇസ് ബേസ്ഡ് ഓൺ എ തിയറി. ഡാറ്റ ഈസ് ദെൻ കളക്റ്റഡ് ബൈ ദ റിസർച്ച് ഇൻ ഓർഡർ ടു വാലിഡേറ്റ് ദി ഹൈപ്പോതെസിസ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യും? പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഹൈപ്പോതെസിസ് ഫോർമുലേറ്റ് ചെയ്യലാണ്. അതവിടെ നമ്മൾ അസ്യൂം ചെയ്ത് അവിടെ വെച്ചു. എന്നിട്ട് അതിന് ശേഷം ഡാറ്റ ഒക്കെ കളക്ട് ചെയ്തു, അനാലിസിസ് നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹൈപ്പോതെസിസ് ടെസ്റ്റ് ചെയ്യും. നമ്മളെവിടെ എഴുതിയത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ടെസ്റ്റ് നടത്തും. അതിനെയാണ് ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദസ് ദ ഹൈപ്പോതെസിസ് ഈസ് റിജക്റ്റഡ് ഓർ അക്സെപ്റ്റഡ് ബൈ എ റിസർച്ചർ ബേസ്ഡ് ഓൺ ദ റിസൾട്ട് ഓഫ്. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക? ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യേണ്ടി വരും. ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് ഈസ് റെഫർഡ് ടു ആസ് എ പ്രോസസ് ഇൻവോൾവിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് വിത്ത് റിഗാർഡ് ടു പോപ്പുലേഷൻ വാല്യൂ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സാമ്പിൾ വാല്യൂ. അപ്പോൾ ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷനാണ്. പോപ്പുലേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്. ഈ സാമ്പിൾ വാല്യൂ എടുക്കും, എന്നിട്ട് അതിൽ റിസർച്ച് നടത്തി കിട്ടുന്ന റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയാണ്. ഇത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ? അതൊക്കെ ബാധിക്കുന്നത് ആരെയാണ്? പോപ്പുലേഷനാണ്. അപ്പോൾ പോപ്പുലേഷന് വേണ്ടി എടുക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷനാണ് എന്ത്? ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ത്രൂ വൈൽ ഡ്രോയിങ് ഇൻഫറൻസസ് വൺ നീഡ്സ് ടു എൻഷുർ ദാറ്റ് ദ ഹൈപ്പോതെസിസ് ഈസ് നോട്ട് ഇൻകറക്റ്റ്ലി അക്സെപ്റ്റഡ് or rejected due to results that are influenced by chance factor or confounding factors. അപ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തണം ഈ ഒരു ഇൻഫറൻസ് മേക്ക് ചെയ്യുന്ന ടൈമിൽ. ഇൻഫറൻസ് മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പോപ്പുലേഷനിലോട്ട് ജനറലൈസ് ചെയ്യാണ്. അപ്പം നമ്മൾ ഉറപ്പ് വരുത്തണം നമ്മൾ ഹൈപ്പോതെസിസ് ഇൻകറക്റ്റ്ലി തെറ്റായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, തെറ്റായിട്ട് റിജക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് ഓക്കെ ആണോ? ഇനി സ്റ്റെപ്സ് ഇൻ ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ്. 4 സ്റ്റെപ്പാണ് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഹൈപ്പോതെസിസ് സ്പെസിഫൈ ചെയ്യും. നൾ ഹൈപ്പോതെസിസ് ആണോ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് ആണോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്യും. അതായത് ദിസ് വിൽ മെയിൻലി ഡിപ്പെൻഡ് ഓൺ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ നേച്ചർ ആൻഡ് ഓഫ് ദ സ്റ്റഡി ആസ് വെൽ ആസ് എക്സിസ്റ്റിംഗ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. അപ്പം നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിനെ നോക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഹൈപ്പോതെസിസ് സെറ്റ് ചെയ്യുക. ചിലപ്പോൾ ദർ ഈസ് എ റിലേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടി വരും, അല്ലെങ്കിൽ ദർ ഈസ് നോ റിലേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടി വരും. ഇപ്പോൾ നൾ ഹൈപ്പോതെസിസ് ആണെങ്കിലും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് ആണെങ്കിലും നമ്മുടെ പ്രോബ്ലം എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ റിസർച്ചിൻ്റെ പർപ്പസും ഒബ്ജക്റ്റീവ് ഒക്കെ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് സെലക്റ്റഡ്. നമ്മളൊരു ലെവൽ സെറ്റ് ചെയ്യും. ഇൻ സ്റ്റെപ്പ് 2 ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് സെലക്റ്റഡ്. ആസ് വി മെൻഷൻഡ് അണ്ടർ ദ ടൈപ്പ് 1 എറർ, ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഓർ ആൽഫ ലെവൽ ഈസ് ടു ബി സ്റ്റേറ്റഡ് ബിഫോർ യു സ്റ്റാർട്ട് വിത്ത് ദ റിസർച്ച് പ്രോസസ്. ദസ് ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് വി വിൽ സ്റ്റേറ്റ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഫോർ അവർ റിസർച്ച്. സ്റ്റെപ്പ് 2 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റ് ചെയ്യലാണ്. അതായത് 0.01 ഉണ്ട്, പിന്നെ 0.05 ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ലെവൽ നമ്മൾ സെറ്റ് ചെയ്യും. ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ലെവൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അത് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ റിസൾട്ടുകൾ അനലൈസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെലക്ട് ചെയ്യലാണ്. അപ്പോൾ ഈ ടൈപ്പ് 1 എററിൽ പറയുന്ന പോലെ, ടൈപ്പ് 1 എറർ പറഞ്ഞു തരാം കേട്ടോ, ഇനി ഇതിൻ്റെ താഴെ വരും. അപ്പോൾ അതായത് ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ റിസൾട്ട് കമ്പയർ ചെയ്യുന്നത്. എന്നിട്ട് സ്റ്റെപ്പ് 3 എന്ത് ചെയ്യും? ബേസ്ഡ് ഓൺ ദ പാരാമീറ്റർ സ്പെസിഫൈഡ് ഇൻ ദ നൾ ഹൈപ്പോതെസിസ് എ സ്യൂട്ടബിൾ സ്റ്റാറ്റിസ്റ്റിക് ഈസ് കാൽക്കുലേറ്റഡ്. നമ്മൾ പറഞ്ഞിട്ടുള്ള പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യും. എ സാമ്പിൾ ഈസ് ടേക്കൺ ബൈ ദ റിസർച്ചർ ആൻഡ് ഡാറ്റ ഈസ് കളക്റ്റഡ്. സാമ്പിൾ സെലക്ട് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു. സ്റ്റാറ്റിസ്റ്റിക് ദാറ്റ് ഈസ് ദസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ സാമ്പിൾ റെപ്രസെൻറ്റേറ്റീവ് ഈസ് ദെൻ യൂസ്ഡ് ഇൻ ഓർഡർ ടു മേക്ക് എൻ എസ്റ്റിമേഷൻ അബൌട്ട് പോപ്പുലേഷൻ പാരാമീറ്റർ. അപ്പോൾ ഈ സാമ്പിളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോപ്പുലേഷൻ പാരാമീറ്ററിന് വേണ്ട എസ്റ്റിമേഷൻസ് ഉണ്ടാക്കുന്നത്. ഇനി 4ാമത്തെ സ്റ്റെപ്പിൽ ഡിസിഷൻ എടുക്കുകയാണ്. ഡിസിഷൻ ഈസ് മെയ്ഡ് വെദർ ടു അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദ നൾ ഹൈപ്പോതെസിസ്. നമ്മൾ കൊടുത്ത നൾ ഹൈപ്പോതെസിസ് റിജക്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നു. ഇൻ ദിസ് റിഗാർഡ് ബേസ്ഡ് ഓൺ ദ പി വാല്യൂ ഓർ പ്രോബബിലിറ്റി ലെവൽ സെലക്റ്റഡ് അണ്ടർ സ്റ്റെപ്പ് 2 ഡിസിഷൻ ഈസ് ടേക്കൺ ബൈ ദ റിസർച്ചർ വെദർ ടു അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദ നൾ ഹൈപ്പോതെസിസ്. സ്റ്റെപ്പ് 2 പറഞ്ഞിട്ടുള്ള സിഗ്നിഫിക്കൻസ് ലെവൽ നോക്കും. അത് വെച്ചിട്ട് നമ്മൾ റിസൾട്ട് കമ്പയർ ചെയ്യും, എന്നിട്ട് ഡിസിഷൻ എടുക്കും. നൾ ഹൈപ്പോതെസിസിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കും. അങ്ങനെ 4 സ്റ്റെപ്സാണ് വരുന്നത്. ഓക്കെ ആണോ 4 സ്റ്റെപ്പുകൾ?
ഓക്കെ. ഇനി 1 tailed or 2 tailed ടെസ്റ്റ്. ഇതൊക്കെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ വരുന്ന ടോപ്പിക്കുകളാണ് കേട്ടോ. 1 tailed or 2 tailed. 1 tailed എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ഷൻ മാത്രം കൃത്യമായിട്ട് പറയും. അതാണ് 1 tailed ഡയറക്ഷൻ. 1 tailed നേരത്തെ പറഞ്ഞില്ലേ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്, അതേപോലെ തന്നെ എന്ത് 1 tail കൃത്യമായിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറഞ്ഞിട്ടിരിക്കും. ഇറ്റ് ഈസ് ടേംഡ് ആസ് 1 tail വെൻ certain ഡയറക്ഷൻ ഈസ് ഗിവൺ ടു ദ ഹൈപ്പോത്തസിസ്. കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ കൊടുക്കും, പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നുള്ളത് കൊടുക്കും. അതാണ് 1 tailed. ഇൻ കേസ് ഓഫ് 2 tailed ഹൈപ്പോത്തസിസ് ദ ഹൈപ്പോത്തസിസ് ഈസ് നോൺ ഡയറക്ഷണൽ. അവിടെ ഡയറക്ഷൻ പറയുന്നില്ല, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും പറയില്ല. അപ്പോൾ എന്താണ് 2 tailed എന്ന് പറയുന്നത് നോൺ ഡയറക്ഷണൽ ആണ്. ഇനി എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ജസ്റ്റ് വേഗം ഒന്ന് പറഞ്ഞു തീർക്കാം. കറക്റ്റ് ഡിസിഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ടൈപ്പ് 1 എറർ പഠിക്കാം. ഈ ഒരു ടേബിൾ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. എറർ ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ വരയ്ക്കണം. അതായത് ശരിയായതിനെ റിജക്റ്റ് ചെയ്താൽ ടൈപ്പ് 1 എറർ. കണ്ടോ, ശരിയായതിനെ ഇവിടെ ട്രൂ ആണ്, ശരിയായതിനെ റിജക്റ്റ് ചെയ്താൽ ടൈപ്പ് 1 എറർ. തെറ്റായതിനെ അക്സെപ്റ്റ് ചെയ്താൽ ടൈപ്പ് 2 എറർ. ഇത് പഠിച്ചു വയ്ക്കാം. ശരിയായതിനെ റിജക്റ്റ് ചെയ്താൽ ടൈപ്പ് 1 എറർ, തെറ്റായതിനെ അക്സെപ്റ്റ് ചെയ്താൽ ടൈപ്പ് 2 എറർ. അതല്ലാത്തതൊക്കെ എന്താ, ഡിസിഷൻ കറക്റ്റാണ്. കണ്ടോ, തെറ്റായതിനെ റിജക്റ്റ് ചെയ്തു അപ്പോൾ ഡിസിഷൻ കറക്റ്റായി, ശരിയായതിനെ അക്സെപ്റ്റ് ചെയ്തു അപ്പോഴും ഡിസിഷൻ കറക്റ്റായി. അപ്പോൾ ശരിയായതിനെ റിജക്റ്റ് ചെയ്താൽ ടൈപ്പ് 1 എറർ, തെറ്റായതിനെ അക്സെപ്റ്റ് ചെയ്താൽ ടൈപ്പ് 2 എറർ. അത് മനസ്സിലായോ? ഓക്കെ ആണോ? എന്താണ് ചോദിച്ചത് ഞാൻ കണ്ടില്ല. മാം എക്സാമ്പിൾ പറയാമോ? ഏതിൻ്റെ എക്സാമ്പിളാണ് പറയേണ്ടത്? ടൈപ്പ് 1 ടൈപ്പ് 2 ടൈപ്പ് 1 ടൈപ്പ് 2 എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് എന്താണ് മൊബൈൽ ഫോൺ യൂസേജ് ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. മൊബൈൽ ഫോൺ യൂസേജ് ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി എമംഗ് കോളേജ് സ്റ്റുഡൻസ്. ഇതാണ് ടോപ്പിക്ക് എന്ന് വിചാരിക്കാം. അപ്പം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് സ്ലീപ്പ് ക്വാളിറ്റി കുറയുന്നു. ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. മൊബൈൽ ഫോൺ കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലീപ്പ് ക്വാളിറ്റിയിൽ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ സ്ലീപ്പ് ക്വാളിറ്റി കുറയും. അപ്പം ഞാൻ അവിടെ പറഞ്ഞെന്ത്, there is no relation between sleep quality അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസേജ് ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി എന്ന് ഞാൻ അവിടെ നൾ ഹൈപ്പോത്തസിസ് വെച്ച് കൊടുത്തു. there is no relation between മൊബൈൽ ഫോൺ യൂസേജ് ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി എമംഗ് കോളേജ് സ്റ്റുഡൻസ്. നൾ ഹൈപ്പോത്തസിസ് ആണ് വെച്ച് കൊടുത്തത്. there is no relation ആണ്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് ആണ്. സംഭവം ഇത് റിജക്റ്റ് ചെയ്തു. ശരിക്കും ഇതെന്താണ്, ഇത് തെറ്റാണ്. നമുക്കറിയാം മൊബൈൽ ഫോൺ യൂസേജിലും സ്ലീപ്പ് ക്വാളിറ്റിയിലും റിലേഷൻ ഉണ്ട്. മൊബൈൽ ഫോൺ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ സ്ലീപ്പ് ക്വാളിറ്റിയിൽ ഇഷ്യൂസ് വരും എന്നുള്ളത് നമുക്കറിയാം. അപ്പം ഞാനിവിടെ വെച്ച നൾ ഹൈപ്പോത്തസിസ് എന്താണ്, തെറ്റാണ്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷൻ പ്രകാരം ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്തു. തെറ്റാണ്, പക്ഷെ ഞാൻ അതിനെ എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്കുണ്ടായ എറർ ടൈപ്പ് 2 എററാണ്. മനസ്സിലായോ ഇത് പറഞ്ഞത്? തെറ്റായിരുന്നു ഹൈപ്പോത്തസിസ്. ഓക്കെ, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഡിസിഷൻ എന്താണ്, ടൈപ്പ് 2 എററായി. ഇനി ടൈപ്പ് 1 എറർ പറയാം. there is relation between മൊബൈൽ ഫോൺ യൂസേജ് ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി. ശരിയാണ്, എൻ്റെ ഹൈപ്പോത്തസിസ് ശരിയാണ്. ഞാൻ വെച്ച് കൊടുത്തത് ശരിയായിരുന്നു. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ സ്ലീപ്പ് ക്വാളിറ്റിയിൽ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് കൊടുത്ത ഹൈപ്പോത്തസിസ് ശരിയാണ്. പക്ഷേ എന്ത് ചെയ്തു, ഞാൻ അതിനെ റിജക്റ്റ് ചെയ്തു. എനിക്ക് കിട്ടിയ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട് പ്രകാരം ഞാൻ സിഗ്നിഫിക്കൻസ് ലെവലൊക്കെ നോക്കി, എനിക്ക് അതിനെ റിജക്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവിടെ ഉണ്ടായ എറർ എന്താ, ടൈപ്പ് 1 എററാണ്. കാരണം എന്തായിരുന്നു, നൾ ഹൈപ്പോത്തസിസ് വെച്ച് കൊടുത്തത് ശരിയായിരുന്നു. പക്ഷെ ഞാനതിനെ ബൈ ചാൻസ് ഞാനതിനെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ എനിക്കുണ്ടായ എറർ ടൈപ്പ് 1 എററാണ്. മനസ്സിലായോ? ഇതാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വെച്ചെടുക്കുന്ന നൾ ഹൈപ്പോത്തസിസിനെ ലാസ്റ്റാണ് അക്സെപ്റ്റ് ചെയ്യുകയും റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയായതിനെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നത് ടൈപ്പ് 1 എററാണ്. തെറ്റായതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് 2 എറർ സംഭവിക്കും. ഇത് രണ്ടും അല്ലാത്തത് എന്താണ്, നമ്മുടെ ഡിസിഷൻ കറക്റ്റാണ്, നമ്മുടെ റിസൾട്ട് ഓക്കെയാണ്, റിസർച്ച് സെറ്റാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇനി ഇത്രേ വരുന്നുള്ളൂ. ഇതൊക്കെയാണോ? ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. മീനിങ് ആൻഡ് സോഴ്സസ് ആൻഡ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്, സ്റ്റെപ്സ് ആൻഡ് എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമ്പോർട്ടൻറ്റ് റിസർച്ച് പ്രോബ്ലം, എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്,
explain the process of identifying a research problem, describe the sources and types of hypothesis, characteristics of psychological testing, types of research problem, identifying a research problem, null hypothesis. ഇപ്പോൾ ഈ നൾ ഹൈപ്പോത്തസിസ് ഒക്കെ നമുക്ക് ടെക്സ്റ്റിലൊന്നും അധികം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് എന്താണെന്ന് എഴുതണം, ഹൈപ്പോത്തസിസ് എന്താണെന്ന് എഴുതണം, എന്നിട്ട് നമുക്ക് എന്ത് എഴുതിയാൽ മതി, നൾ ഹൈപ്പോത്തസിസ് എഴുതിയാൽ മതി. എന്നിട്ട് അതിന് ശേഷം നൾ ഹൈപ്പോത്തസിസിൻ്റെ ടെസ്റ്റിങ്ങിൽ വരുന്ന എറേഴ്സ് നമുക്ക് എഴുതാം. കാരണം 150 വേർഡ്സ് നമുക്ക് എഴുതണം. 150 വേർഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 പേജസ് എഴുതണം. അപ്പോൾ 2-3 പേജസ് എഴുതണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എഴുതാം. നമുക്ക് എറർ ഓഫ് ടെസ്റ്റിംഗ് വരെ എഴുതാം. അത്രയും കാര്യങ്ങൾ നൾ ഹൈപ്പോത്തസിസിൽ എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ, ഇനി അടുത്തത് യൂണിറ്റ് 3 കൺസ്ട്രക്ട്സ് ആൻഡ് വേരിയബിൾസ്. ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാതും വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്, കണ്ടോ. Explain the meaning of constructs and its types. Define variable. Describe the different types of variables. Independent and dependent variable. Types of constructs. Define variables and construct. Types of variables. Types of constructs. എല്ലാം വന്നിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്റർ മൊത്തം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും വിടണ്ട. പറഞ്ഞുതരാം. വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് എന്താണോ വേരി ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. മീൻ സംതിങ് ഓർ എ കണ്ടീഷൻ ദാറ്റ് ഈസ് വേരി. ഇറ്റ് ക്യാൻ ഓൾസോ ബി എക്സ്പ്ലെയിൻഡ് ആസ് എ ക്വാണ്ടിറ്റി ഓർ എ നമ്പർ ദാറ്റ് വിൽ വേരി ഓർ വിൽ ഹാവ് ഡിഫറെൻറ്റ് വാല്യൂസ്. നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും, അതിന് ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് അസൈൻ ചെയ്യാം. ഇതിനൊക്കെ എന്താണ്, വേരിയബിൾസ് ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇൻ എ സ്റ്റഡി ഓൺ ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം ഓഫ് അഡോളസൻസ് ഇന്ത്യ. ഇതിലേതാണ് വേരിയബിൾസ്? ഇമോഷണൽ ഇൻ്റലിജൻസും സെൽഫ് എസ്റ്റീമും. നമ്മൾ എന്താണോ വേരി ചെയ്യാൻ അല്ലെങ്കിൽ എന്താണോ കണ്ടീഷൻ ചെയ്ത് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ വേരിയബിൾസ്. ഇനി ഇമോഷണൽ ഇൻ്റലിജൻസ് ക്യാൻ ബി ഹൈ ഓർ ലോ ആസ് ക്യാൻ സെൽഫ് എസ്റ്റീം ബി. ബോത്ത് ദീസ് വേരിയബിൾസ് ക്യാൻ പോസസ് വേരിഡ് വാല്യൂസ്. കണ്ടപ്പോൾ ചിലപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടുതലോ കുറവാവാം, സെൽഫ് എസ്റ്റീം കൂടുതലോ കുറവാവാം. അപ്പോൾ വാരി ചെയ്യാൻ പറ്റുന്നത് എന്തും എന്താണ്, വേരിയബിൾസ് ആണ്. ഈവൻ ജെൻഡർ ക്യാൻ ബി ടേംഡ് ആസ് വേരിയബിൾ. ജെൻഡർ നമുക്ക് എന്ത് ചെയ്യാം, വേരിയബിൾ ആയിട്ട് കൊടുക്കാം. ഇൻ വാരി ഇൻ ടേംസ് ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. മെയിൽസും ഫീമെയിൽസും ആയിട്ട് വേരി ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ജെൻഡർ ഒരു വേരിയബിൾ ആണ്. കെർലിംഗർ വേരിയബിളിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എ പ്രോപ്പർട്ടി ദാറ്റ് ഹാസ് ഡിഫറെൻറ്റ് വാല്യൂസ്. ഡിഫറെൻറ്റ് വാല്യൂസ് ഉള്ള പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേരിയബിൾ എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ ഡെഫിനിഷൻ പഠിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് വേരിയബിൾസ് പറയുന്നുണ്ട്. ആദ്യത്തെയാണ് സ്റ്റിമുലസ് ഓർഗാനിസം റെസ്പോൺസ് വേരിയബിൾ, SOR വേരിയബിൾസ്. ഇതിൽ SOR വേരിയബിൾ ഒരു എക്സ്പെരിമെൻ്റ് വെച്ചിട്ടാണ് പറയുന്നത്. അതായത് SOR, S എന്ന് പറയുന്നത് സ്റ്റിമുലസ് ആണ്, O എന്ന് പറയുന്നത് ഓർഗാനിസം, R എന്ന് പറയുന്നത് റെസ്പോൺസ്. S എന്ന് പറയുന്നത് സ്റ്റിമുലേ ആൻഡ് ദ കാറ്റഗറി മേ ബി റെഫേർഡ് ടു ബി ജനറൽ സ്റ്റിമുലസ് വേരിയബിൾസ്. എ സ്റ്റിമുലസ് വേരിയബിൾ ഇസ് സം ഫോം ഓഫ് എനർജി ഇൻ ദ എൻവയറമെൻറ്റ് സച്ച് എസ് ലൈറ്റ് ടു വിച്ച് ദ ഓർഗാനിസം ഈസ് സെൻസിറ്റീവ്. ഇവിടെ സ്റ്റിമുലേ എന്ന് പറയുന്നത് എന്താ, ഒരു എനർജി ആയിട്ടാണ് പറയുന്നത്. O എന്ന് പറയുന്നത് ഓർഗാനിസം വേരിയബിൾ, R എന്ന് പറയുന്നത് റെസ്പോൺസ് ആണ്. ഈ ഒരു വേരിയബിളിനോട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിമുലൈ കൊടുക്കുമ്പോൾ ഈ ഓർഗാനിസം കാണിക്കുന്ന റെസ്പോൺസ്. അങ്ങനെ 3 എണ്ണമാണ് ഈ ഒരു SOR വേരിയബിളായിട്ട് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, suppose that an experiment is conducted in which a rat is placed on a metal grid floor. The grid is electrified and the length of time it takes the rat to jump from the grid to a platform is measured. ഇവിടെ ഒരു മെറ്റൽ ഗ്രിഡിൽ ഒരു റാറ്റിനെ നിർത്തിയിട്ടുണ്ട്. ആ ഒരു ഗ്രിഡ് എന്ത് ചെയ്യും, ഇലക്ട്രിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ആ ഒരു ഇലക്ട്രിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റിമുലേ എന്ന് പറയുന്നത്. അപ്പോൾ S എന്ന് പറയുന്നത് ഇവിടെ എന്താ, ഇലക്ട്രിക്കൽ ഷോക്ക്. ഇനി O എന്ന് പറയുന്നത് എന്താ, ഈ ഓർഗാനിസത്തിൻ്റെ സ്കിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് ഈ റാറ്റിനെ ഒരു ഷോക്ക് തട്ടുമ്പോൾ ഒരു റെസിസ്റ്റൻസ് വരുമല്ലോ, സ്കിൻ റെസിസ്റ്റൻസ്, അതാണ് ഓർഗാനിസം, O വേരിയബിൾ. ഇനി R വേരിയബിൾ ഉണ്ട്, അതായത് റെസ്പോൺസ്. ഈ റാറ്റ് കാണിക്കുന്ന ഒരു റെസ്പോൺസ്, അതായത് ഈ ഗ്രിഡിൽ നിന്ന് അത് ചാടിപ്പോവും. ഈ ചാടി പോകുമ്പോൾ ആ ഒരു ടൈം ലാറ്റൻസിയാണ് എടുക്കുന്നത്, ഒരു ഡ്യൂറേഷൻ. എ റെസ്പോൺസ് വേരിയബിൾ വുഡ് ബി ദ ലാറ്റൻസി. അപ്പോൾ ഈ ഒരു വേരിയബിൾ എഴുതുമ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് എഴുതണം. അങ്ങനെയാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് ഈ ഒരു 3 വേരിയബിൾസ് തെളിയിച്ചുള്ളത്. S എന്ന് പറയുന്നത് സ്റ്റിമുലേ ആണ്, ഇലക്ട്രിക്കൽ ഷോക്ക്. O എന്ന് പറയുന്നത് ഓർഗാനിസം ആണ്, അതായത് ഈ ഒരു സ്കിൻ റെസിസ്റ്റൻസ് ഓഫ് ദ റാറ്റ് അറ്റ് ദ ടൈം ഓഫ് ഷോക്ക്. ഇനി R എന്ന് പറയുന്നത് റെസ്പോൺസ് ആണ്, അതായത് ഈ റാറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന റെസ്പോൺസ്. അത് ലാറ്റൻസി ആയിട്ടാണ് നോക്കുന്നത്, അതായത് ഈ ഒരു ഗ്രിഡിൽ നിന്ന് ചാടി പോകാൻ എടുക്കുന്ന ഒരു ടൈം ഡ്യൂറേഷൻ. ഓക്കെ ആണോ അത്?
ഇനി അടുത്തത് ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ പറഞ്ഞുതരാം. ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് ആദ്യം സിമ്പിൾ പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ മൊബൈൽ ഫോൺ യൂസേജ് ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി. ഇവിടെ മൊബൈൽ ഫോൺ യൂസേജ് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അതിനായത് നമുക്കതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോൺ യൂസേജ് അല്ല, അപ്പോൾ ഞാനാണ് റിസർച്ച് നടത്തുന്നത് വെച്ചെങ്കിൽ എനിക്കതിനെ എന്ത് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഞാനൊരു 10 ആൾക്കാരെ വെച്ചിട്ട് റിസർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിന്ന് മൊബൈൽ ഫോൺ ഒരു 10 മണിക്കൂർ കാണും. ഒരാളോട് പറഞ്ഞു നിങ്ങളിന്ന് ഒരു 5 മണിക്കൂർ കണ്ടാൽ മതി. മറ്റാളോട് പറഞ്ഞു നിങ്ങളിന്ന് നൈറ്റ് മൊത്തമായിട്ട് മൊബൈൽ ഫോൺ കണ്ടോളൂ. അപ്പോൾ എന്ത് ചെയ്യാം, എനിക്ക് അല്ലെങ്കിൽ റിസർച്ചറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയബിളാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇനി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താ, ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വേരിയബിളാണ്. ഇപ്പോൾ ഈ മൊബൈൽ ഫോണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത്, സ്ലീപ്പ് ക്വാളിറ്റി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീപ്പ് ക്വാളിറ്റി ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. രണ്ടും മനസ്സിലായോ? ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും മനസ്സിലായോ? ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വേരിയബിൾ, നമുക്കതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഡിപ്പെൻഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ആരാണോ അതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിൽ മാറ്റങ്ങൾ വരുമ്പോൾ ഓൾറെഡി ഇയാൾക്ക് മാറ്റങ്ങൾ വരും. മൊബൈൽ ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീപ്പ് ക്വാളിറ്റി കുറയും. മൊബൈൽ ഫോൺ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീപ്പ് ക്വാളിറ്റി കൂടും. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഓക്കെ ആണോ? Depend upon the mode of manipulation, some experts have tried to divide the independent variable into type E and type S. അപ്പോൾ ഇൻഡിപെൻഡൻ്റിൽ തന്നെ 2 ടൈപ്പ് പറയുന്നുണ്ട്, ടൈപ്പ് ഇയും ടൈപ്പ് എസും. Type E independent variable is one of which is directly or experimentally manipulated by the experimenter, or type S independent variable is one which is manipulated through the process of selection only. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ടൈപ്പ് ഇ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയബിളാണ് എന്ത്, ടൈപ്പ് ഇ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്ക് ഞാനിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളിന്ന് 5 മണിക്കൂർ കണ്ടോ, നിങ്ങൾ 2 മണിക്കൂർ കാണും, നിങ്ങൾ നൈറ്റ് മൊത്തമായിട്ട് കണ്ടോ, നിങ്ങളിന്ന് 1 മണിക്കൂർ കണ്ടാൽ മതി. അങ്ങനെ എക്സ്പെരിമെൻ്റലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് ആണ് ടൈപ്പ് ഇ വേരിയബിൾസ്. ഇനി ടൈപ്പ് എസ് ഉണ്ട്, സെലക്ഷൻ മാത്രമാണ്. അപ്പോൾ അതായത് ഞാൻ എടുക്കുന്നത് 10 വയസ്സുള്ള കുട്ടികളെടുക്കുന്നു, പിന്നെ 15 വയസ്സുള്ള കുട്ടികളെടുക്കുന്നു, പിന്നെ 20 വയസ്സുള്ള ആൾക്കാരെടുക്കുന്നു. അപ്പോൾ എന്താ, ഇവിടെ സെലക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ സെലക്ഷനിലൂടെ മാത്രം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് ആണ് എന്ത്, ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് എസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. In a research variable that is measured for any changes when the independent variable is manipulated is that is dependent variable. The dependent variable is a measure of the behavior of the object. The dependent variable is the response that the person or animals make. അപ്പോൾ dependent variable എന്താ, ബിഹേവിയറിൻ്റെ മെഷറാണ്. നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനനുസരിച്ചിട്ടാണ് ഈ ഒരു ബിഹേവിയർ കാണിക്കുന്നത്. അപ്പോൾ പേഴ്സൺ ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും മേക്ക് ചെയ്യുന്ന റെസ്പോൺസിനെയാണ് നമ്മളിവിടെ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇവിടെ ബിഹേവിയർ വെച്ച് പറയാൻ കാരണം എന്താ, സൈക്കോളജിക്കൽ റിസർച്ചാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ദിസ് റെസ്പോൺസ് ഈസ് ജനറലി മെഷേർഡ് യൂസിങ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ സെവറൽ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് പറയുന്നത് ഫ്രീക്വൻസി, ഡ്യൂറേഷൻ, ലാറ്റൻസി, ഫോഴ്സ്. ഈ 4 ഡയമെൻഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ബിഹേവിയർ മെഷർ ചെയ്യുന്നത്. ഏതൊക്കെയാണ്, ഫ്രീക്വൻസി, പിന്നെ അതുപോലെ തന്നെ ഡ്യൂറേഷൻ, ലാറ്റൻസി, ഫോഴ്സ്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എത്ര തവണയാണ് ഈ ഒരു ബിഹേവിയർ കാണിക്കുന്നത്, നമ്പർ ഓഫ് ടൈംസ്. ഈ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ എമൗണ്ട് ഓഫ് ടൈം, എത്ര നേരത്തേക്കാണ് ഇത് കാണിക്കുന്നത്, എത്ര തവണ എന്നുള്ളത് ഫ്രീക്വൻസി, എത്ര നേരത്തേക്കാണെന്നുള്ളത് ഡ്യൂറേഷൻ. ലാറ്റൻസി എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ടൈം ബിറ്റ്വീൻ വെൻ ദ ബിഹേവിയർ ഈസ് ആക്ച്വലി പെർഫോംഡ്, ഈ ഒരു ബിഹേവിയർ കാണിക്കുന്നതിന് ഇടയിലുള്ള ഒരു ടൈം. ഇനി ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറിൻ്റെ സ്ട്രെങ്ത്ത്. അങ്ങനെ ഈ 4 ഡയമെൻഷൻസ് വെച്ചിട്ടാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്, അതായത് ബിഹേവിയറിനെ മെഷർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ വേറെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, സഡൻ നോയ്സ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ചേഞ്ച് ഇൻ ബ്രീത്തിങ് ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. കണ്ടോ, പെട്ടെന്ന് ഒരു ഒച്ച ഉണ്ടാവുന്നത് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ചേഞ്ച് ഇൻ ബ്രീത്തിങ്, അപ്പോൾ ഈ ഒരു സൗണ്ട് കേട്ടപ്പോൾ ബ്രീത്തിങ് കൂടി, അപ്പോൾ ഈ ബ്രീത്തിങ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. മനസ്സിലായോ? ഇനി അടുത്തത് എക്സ്ട്രീനിയസ് ആൻഡ് കൺഫൗണ്ടഡ് വേരിയബിൾസ്. എക്സ്ട്രീനിയസ് ഞാൻ പറഞ്ഞുതരാം, സിമ്പിളാക്കിയിട്ട് പറയാം, നമ്മൾ എല്ലാതും വായിക്കാൻ വന്നു കഴിഞ്ഞാൽ നേരം കിട്ടില്ല. അപ്പോൾ എക്സ്ട്രീനിയസ് ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡിൻ്റെ ഇടയിൽ
എക്സ്ട്രീനിയസ് പുറമെ നിന്നൊരു വേരിയബിൾ വരും, അതായത് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വേരിയബിൾ വരും, അതിനെയാണ് എക്സ്ട്രീനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താ, സ്ലീപ്പ് ക്വാളിറ്റിയാണ്. നമുക്കിവിടെ എക്സ്ട്രീനിയസ് വേരിയബിളായിട്ട് നമുക്ക് കാലാവസ്ഥേനെ പറയാം. ഇപ്പോൾ ചൂടുള്ള കാലാവസ്ഥയാണെന്ന് വിചാരിക്കാം. ഓട്ടോമാറ്റിക് എന്തായിരിക്കും, ചൂടുള്ള കാരണം കൊണ്ട് ചിലപ്പോൾ സ്ലീപ്പ് ക്വാളിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ സ്ലീപ്പ് ക്വാളിറ്റീനെ ബാധിക്കുന്നുണ്ട്, അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ബാധിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ആവശ്യമില്ല, റിസർച്ചിൽ നമുക്ക് ഈ ഒരു കാലാവസ്ഥയുടെ കാര്യം ആവശ്യമില്ല. അപ്പോൾ റിസർച്ചിൽ ആവശ്യമില്ലാതെ നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്ന തരത്തിൽ വരുന്ന വേരിയബിൾസ് ആണെന്ത്, എക്സ്ട്രേനിയസ് വേരിയബിൾസ്. ദാറ്റ് മേ മാസ്ക് ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആർ നോൺ ആസ് എക്സ്ട്രേനിയസ് വേരിയബിൾ. അപ്പോൾ അവിടെ ഒരു മാസ്ക് ആയിട്ട് വരികയാണ്. സ്ലീപ്പ് ക്വാളിറ്റി, മൊബൈൽ ഫോൺ യൂസേജും അതിൻ്റെ ഇടയിൽ ഒരു മാസ്ക് ആയിട്ട് വരുന്നതാണെന്ത്, എക്സ്ട്രേനിയസ് വേരിയബിൾ. നമ്മുടെ റിസർച്ചിൽ ആവശ്യമില്ല എന്നാൽ റിസൾട്ടിനെ ബാധിക്കുന്നുമുണ്ട്. ഇതാണ് എക്സ്ട്രേനിയസ് വേരിയബിൾസ്. ഇനി കൺഫൗണ്ടഡ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ. ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, കണ്ടോ, നോക്കണേ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് കാരണം കൊറോണറി ഹാർട്ട് ഡിസീസ് വരുന്നുണ്ടോ, ഇതാണ് ഇവിടുത്തെ റിസർച്ച് ടോപ്പിക്. ഇവിടെ കണ്ടോ, കൊറോണറി ഹാർട്ട് ഡിസീസ് ആണ്. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ സ്മോക്കിംഗ് കൂടുമ്പോൾ കൊറോണറി ഹാർട്ട് ഡിസീസ് കൂടുന്നുണ്ടോ, ഇതാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. ഇതിൽ ഈ ഒരു റിലേഷനെ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വേറെ വേരിയബിൾസ് ഉണ്ട്, അതിനെയാണ് എക്സ്ട്രീനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. കണ്ടോ, ഏജ് ഓഫ് പേഴ്സൺ, ഒന്നത്തെ ഏജ് ഓഫ് പേഴ്സൺ, എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് ഓർ ഹെർ സ്മോക്കിംഗ്, ഡ്യൂറേഷൻ ഓഫ് സ്മോക്കിംഗ്, എക്സ്റ്റെൻറ്റ് ഓഫ് ഡെയിലി എക്സസൈസ്. ഇതൊക്കെ എന്തിനെ ബാധിക്കുന്നതാണ്, കൊറോണറി ഹാർട്ട് ഡിസീസിനെ ബാധിക്കുന്നതാണ്. പക്ഷെ നമുക്ക് എന്താ ആവശ്യമില്ല, ഈ റിസർച്ചിൽ ഈ പറയുന്ന വേരിയബിൾസ് ആവശ്യമില്ല, എന്നാൽ നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വേരിയബിൾസിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്ട്രീനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. മനസ്സിലായോ അത്? എക്സ്ട്രീനിയസ് ഓക്കെ ആണോ? ഓക്കെ. ഇനി കൺഫൗണ്ടഡ് വേരിയബിൾസ് ഉണ്ട്. ഈസ് വൺ ദാറ്റ് വേരീസ് വിത്ത് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വൈൽ ഡൂയിങ് എ സ്റ്റഡി. ഇഫ് വി ആർ നോട്ട് കെയർഫുൾ ദെൻ ദ ടു വേരിയബിൾസ് മേ ഗെറ്റ് കമ്പൈൻഡ് സോ ദാറ്റ് ദ എഫക്റ്റ് ഓഫ് വൺ cannot be separated from the effect of the other. That is known as confounding. കൺഫൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റിൻ്റെ കൂടെ നിന്നിട്ട് ബാധിക്കുന്നതാണ്. ഇൻഡിപെൻഡൻ്റ് ഒപ്പം നിൽക്കുക. ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ എക്സ്റ്റെൻറ്റ് ഓഫ് സ്മോക്കിംഗ് അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് സ്മോക്കിംഗ് എടുക്കാം. ഡ്യൂറേഷൻ ഓഫ് സ്മോക്കിംഗ് ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ, ഇവിടെ സ്മോക്കിംഗ് ആണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, അതിൽ ഡ്യൂറേഷൻ വരും. ഇതിൻ്റെ കൂടെ നിന്നിട്ട് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്നതാണെന്ത്, കൺഫൗണ്ടിങ് വേരിയബിൾസ്. അപ്പോൾ അതും എന്ത് ചെയ്യും, ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യും, റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാനായിട്ടില്ല, സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെയും കൺഫൗണ്ടിങ് വേരിയബിളിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത്തരം വേരിയബിൾസിനെയാണ് കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എക്സ്ട്രീനിയസ് വേരിയബിൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും റിലേഷൻ എഫക്റ്റ് ചെയ്യുന്നതാണ്. കൺഫൗണ്ടിങ് എന്ന് പറയുന്നത് എന്താ, ഇൻഡിപെൻഡൻറ്റിൻ്റെ കൂടെ നിന്നിട്ട് റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നമുക്കതിൽ നിന്ന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മളവിടെ ശ്രദ്ധിച്ചില്ല വെച്ചെങ്കിൽ ഇതിൽ നിന്ന് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, നമ്മുടെ റിസൾട്ടിനെ അങ്ങോട്ട് വല്ലാണ്ട് ബാധിക്കും. ഓക്കെ ആണോ? ഇനി അടുത്തത് ആക്റ്റീവ് ആൻഡ് ആട്രിബ്യൂട്ട് വേരിയബിൾസ്. എനി വേരിയബിൾ ദാറ്റ് ഈസ് മാനിപ്പുലേറ്റഡ് ഈസ് കോൾഡ് ആക്ടിവേറ്റീവ്. ആക്റ്റീവ് വേരിയബിൾ, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയബിളിനൊക്കെ നമുക്ക് ആക്റ്റീവ് വേരിയബിൾ ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ റിവാർഡ്, പണിഷ്മെൻറ്റ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ക്രിയേറ്റിംഗ് ആങ്സൈറ്റി, ഇതൊക്കെ എന്താണ്, നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ആട്രിബ്യൂട്ട് വേരിയബിൾ എന്ന് പറയുന്നത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത വേരിയബിൾ ആണ്, ബട്ട് മെഷേർഡ് ബൈ ദ എക്സ്പെരിമെൻറ്റ്. നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുന്നത് ഇൻ്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, സെക്സ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ, ഫീൽഡ് ഡിപ്പെൻഡൻസ് ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് കാറ്റഗറിക്കൽ വേരിയബിൾ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് എന്താ, കാറ്റഗറിക്കൽ വേരിയബിൾസ് വേരീസ് ഇൻ കൈൻഡ്, അതായത് നമ്പേഴ്സ് ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. അത് നമുക്ക് കാറ്റഗറി ആക്കിയിട്ട് എഴുതാം, അതിനെയാണ് കാറ്റഗറിക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. സ്പീഡ് ഓഫ് റെസ്പോൺസ്, ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട്, ലെവൽ ഓഫ് ഇലൂമിനേഷൻ, ഇൻ്റലിജൻസ് എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ആൻഡ് ജെൻഡർ, റേസ്, റിലീജിയൻ ആർ ദ എക്സാമ്പിൾസ് ഓഫ് കാറ്റഗറിക്കൽ വേരിയബിൾസ്. കേട്ടോ, ഇപ്പോൾ ഈ ഇൻ്റലിജൻസ്, ലെവൽ ഓഫ് ഇലൂമിനേഷൻ, ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട്, സ്പീഡ് ഓഫ് റെസ്പോൺസ്, ഇതൊക്കെ നമുക്ക് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ ആണ്, നമ്പറായിട്ട് എഴുതാനായിട്ട് പറ്റും.
കാറ്റഗറി ആക്കിയിട്ട് എഴുതാൻ പറ്റുന്ന വേരിയബിൾസിനാണ് കാറ്റഗറിക്കൽ വേരിയബിൾസ്. ഇപ്പോൾ ജെൻഡർ നമുക്ക് കാറ്റഗറി ആക്കാം, മെയില് ഫീമെയില്, പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാം. റേസ് കാറ്റഗറൈസ് ചെയ്യാം, റിലീജിയൻ കാറ്റഗറൈസ് ചെയ്യാം. അങ്ങനെ കാറ്റഗറി ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ എന്താണ് കാറ്റഗറിക്കൽ വേരിയബിൾസ് ആണ്. ഇനി കാറ്റഗറിക്കൽ വേരിയബിൾസിന് തന്നെ 3 ടൈപ്സ് ഉണ്ട്: കോൺസ്റ്റൻറ്റ്, ഡൈക്കോട്ടോമസ്, പോളിറ്റോമസ്. അതായത് ഒരൊറ്റ കാറ്റഗറി മാത്രമുള്ള വെച്ചെങ്കിൽ അതെന്താണ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി 2 കാറ്റഗറി ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഡൈക്കോട്ടോമസ് ആണ്. ഫോർ എക്സാമ്പിൾ ഗുഡ് ബാഡ്, യെസ് നോ, അല്ലെങ്കിൽ റിച്ച് പൂർ, ഇതെന്താണ് ഡൈക്കോട്ടോമസ് ആണ്. ഇനി പോളിറ്റോമസ് എന്ന് പറയുന്നത് 2ൽ കൂടുതൽ കാറ്റഗറി ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പോളിറ്റോമസ് ആണ്. ഇനി കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസിനെ തന്നെ നമുക്ക് എന്താക്കാം, 2 കാറ്റഗറി ആക്കാം. അതാണ് കണ്ടിന്യൂസ് വേരിയബിൾസ് ആൻഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ്. കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്താ, കറക്റ്റ് നമുക്കതിന് പ്രിസൈസ്, ഭയങ്കര ആർബിട്രറി ഓഫ് ഡിഗ്രിയിൽ അല്ലെങ്കിൽ ഫൈനസ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഏജ്, ഹൈറ്റ്, ഇൻ്റലിജൻസ്, റിയാക്ഷൻ ഓഫ് ടൈം, നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഫൈനസ് ആക്കിയിട്ട് എഴുതാനായിട്ട് പറ്റും. ഡിസ്ക്രീറ്റ് വേരിയബിൾസിന് നമുക്ക് അങ്ങനെ എഴുതാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ ഫാമിലി, നമ്പർ ഓഫ് ഫീമെയിൽസ് ഇൻ പർട്ടിക്കുലർ ഗ്രൂപ്പ്, നമ്പർ ഓഫ് ബുക്സ് ഇൻ ലൈബ്രറി. എന്താണ് ഇവിടെ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് കണ്ടിന്യൂസ് വേരിയബിൾസിന് എക്സാമ്പിളാണ് ഏജ്, ഹൈറ്റ്, ഇൻ്റലിജൻസ്, റിയാക്ഷൻ ടൈം, എക്സെട്ര. അപ്പോൾ ഹൈറ്റൊക്കെ നമുക്ക് എങ്ങനെ എഴുതാം, 135.2 സെൻറ്റിമീറ്റർ പോയിൻ്റൊക്കെ ഇട്ടിട്ട് എഴുതാം. അത്രയും ഫൈനസ് ആക്കിയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതാണ് കണ്ടിന്യൂസ്. ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അപ്പോൾ നമ്പർ ഓഫ് മെമ്പേഴ്സ് 2, നമ്പർ ഓഫ് ഫീമെയിൽസ് ഇൻ പർട്ടിക്കുലർ ഗ്രൂപ്പ് 8, അങ്ങനെ എഴുതാൻ പറ്റുന്നതാണെന്ത് ഡിസ്ക്രീറ്റ് വേരിയബിൾസ്. ഇനി കൺസ്ട്രക്ട്സ് ഉണ്ട്. കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻ്റലിജൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, അതൊക്കെ എന്താണ് ഒരു കോൺസെപ്റ്റാണ്. അതിനൊക്കെ നമുക്ക് എന്ത് പറയാം, കൺസ്ട്രക്റ്റ് എന്ന് പറയാം. അൺലൈക്ക് കോൺസെപ്റ്റ് വിച്ച് ആർ ബേസ്ഡ് ഓൺ റിയൽ വേൾഡ് ഒബ്സർവേഷൻ, കൺസ്ട്രക്റ്റ് ആർ തിയറട്ടിക്കൽ ആൻഡ് ഇൻവെൻറ്റഡ് ടു എക്സ്പ്ലെയിൻ എ സ്പെസിഫിക് ഫിനോമിന. ഫോർ എക്സാമ്പിൾ ഇൻ്റലിജൻസ് ഈസ് എ കൺസ്ട്രക്ട്, നോട്ട് എ കോൺക്രീറ്റ് തിങ് യു ക്യാൻ സീ ഓർ ടച്ച്. അതായത് ഈ കൺസ്ട്രക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, കാണാനോ ടച്ച് ചെയ്യാനോ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം, പക്ഷേ മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം മെഷർ ചെയ്യാൻ പറ്റുന്ന, കാണാനോ തൊടാനോ പറ്റാത്ത കോൺക്രീറ്റ് തിങ്ങിനെയാണ് നമ്മൾ കോൺസെപ്റ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്, കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് പറയുന്നുണ്ട്: സെൽഫ് എസ്റ്റീം, മോട്ടിവേഷൻ, ആങ്സൈറ്റി, ബ്രാൻഡ് ലോയൽറ്റി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇതൊക്കെ എന്താണ് കൺസ്ട്രക്റ്റ് ആണ്. ടു മെഷർ എ കൺസ്ട്രക്ട്, റിസർച്ചർ ഐഡൻറ്റിഫൈ സ്പെസിഫിക് വേരിയബിൾ ദാറ്റ് റിഫ്ലക്ട്സ് ഇറ്റ്സ് വേരിയസ് ആസ്പെക്ട്. ഫോർ ഇൻസ്റ്റൻസ്, ടു മെഷർ ആങ്സൈറ്റി, റിസർച്ചേഴ്സ് മൈറ്റ് യൂസ് വേരിയബിൾസ് ലൈക്ക് ഹാർട്ട് റേറ്റ്, സെൽഫ് റിപ്പോർട്ടഡ് ആങ്സൈറ്റി ലെവൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ്. അപ്പോൾ കൺസ്ട്രക്റ്റിനെ മെഷർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വേരിയബിൾസ് യൂസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇവിടെ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്റ്റ് ആണ്. അത് മെഷർ ചെയ്യണമെങ്കിൽ ഹാർട്ട് റേറ്റ്, സെൽഫ് റിപ്പോർട്ടഡ് ആങ്സൈറ്റി ലെവൽ, ബിഹേവിയറൽ ചേഞ്ചസ്, ഇത്തരത്തിലുള്ള വേരിയബിൾസ് യൂസ് ചെയ്യേണ്ടി വരും. ഇനി ടൈപ്സ് ഓഫ് കൺസ്ട്രക്റ്റിൽ ഇൻ്റർവീനിങ് വേരിയബിൾസ് പറയുന്നുണ്ട്. അതായത് കൺസ്ട്രക്റ്റിൻ്റെ ദീസ് ആർ കൺസ്ട്രക്ട് ദാറ്റ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അതർ വേരിയബിൾസ്. മറ്റുള്ള വേരിയബിൾസിൻ്റെ ഇടയിലുള്ള റിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്ത്, ഇൻ്റർവീനിങ് വേരിയബിൾസ്. ഇനി ഹൈപ്പോത്തറ്റിക്കൽ കൺസ്ട്രക്ട്സ് ഉണ്ട്. അതായത് ദീസ് ആർ കൺസ്ട്രക്ട് ദാറ്റ് ആർ നോട്ട് ഡയറക്ട്ലി ഒബ്സർവബിൾ ബട്ട് ആർ യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ഫിനോമിന. നമുക്ക് ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല, പക്ഷേ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ സെൽഫ് എസ്റ്റീം, ക്രിയേറ്റിവിറ്റി, പ്രെജുഡിസ്, ഇതൊക്കെ ഹൈപ്പോത്തറ്റിക്കൽ കൺസ്ട്രക്ട്സ് ആണ്. അപ്പോൾ കൺസ്ട്രക്റ്റ് വന്നിട്ടുള്ളതാണ്, ടൈപ്പ് ഓഫ് കൺസ്ട്രക്റ്റും വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചോളൂ. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള നോട്ടല്ല കേട്ടോ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്. റിസർച്ച് ഡിസൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ തന്നെ ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ റിസർച്ച് ഡിസൈൻ നോക്കുക, റിക്വയർഡ് എലമെൻറ്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ നോക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്നാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. റിലയബിൾ ആയിരിക്കണം. റിലയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസർച്ച് ഡിസൈൻ എന്തായിരിക്കണം, ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഷുഡ് എൻഷുർ ദാറ്റ് ദ റിസർച്ച് ഡിസൈൻ ഫ്രെയിം ഹാസ് ആക്യുറേറ്റ് റിസർച്ച് ക്വസ്റ്റ്യൻസ് വിച്ച് ക്യാൻ ഹെൽപ്പ് ടു ഒബ്റ്റെയിൻ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്. മോർ ഓവർ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ഇഫ് എ റിസർച്ച് ഇസ് ഡൺ ഓൺ റെഗുലർ ബേസിസ് ഇറ്റ് വിൽ ലീഡ് സിമിലർ റിസൾട്ട്. അതായത് നമുക്ക് ഇന്നിപ്പോൾ ഞാനൊരു 10 പേരെടുത്തിട്ട് റിസൾട്ട് നടത്തി, ഒരു ടെസ്റ്റ് നടത്തി, ഒരു റിസൾട്ട് കിട്ടി.
10 ദിവസം കഴിഞ്ഞിട്ട് ഈ 10 പേരെ ടെസ്റ്റ് നടത്തിയാലും ഇതേ റിസൾട്ട് തന്നെ കിട്ടണം. അതിനെയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടോ ഇറ്റ് വിൽ yield സിമിലർ റിസൾട്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതേ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ എന്ത് വേണം? സിമിലർ റിസൾട്ട് കിട്ടണം. അപ്പോൾ അത് നമുക്ക് ഇൻ്റലിജൻസ് ടെസ്റ്റിലൊക്കെയാണ് അങ്ങനെ പറയും. ഇപ്പോൾ ഒരാൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തി 10 ദിവസം കഴിഞ്ഞിട്ട് അതേ ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വേണം? അതേ സ്കോർ തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടെസ്റ്റ് റിലയബിൾ ആണ് എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ വാലിഡ് ഉണ്ട്. It provides an opportunity to select a tool which is standardized, bias-free, and measures what it claims to measure. Only then the tool prepared from research design can be claimed to be valid. Valid ആയിരിക്കണം. അതായത് നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഇതൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? വാലിഡ് ആണെന്ന് പറയാം. അപ്പോൾ വാലിഡിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇറ്റ് ഈസ് ന്യൂട്രൽ. Result obtained from the proposed research consists of responses from many individuals, so the results obtained from the research design are free from bias, extremities and judgmental. The research design therefore yields a neutral result. എക്സ്ട്രീമിറ്റീസോ അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റലോ ഒന്നും പാടില്ല. അപ്പം നമ്മുടേതായിട്ടുള്ള റീസൺസ് ഒന്നും എഴുതാൻ പാടില്ല. അപ്പം കൂടുതലാണോ കുറവാണോ അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് ആവാനായിട്ട് പാടില്ല. ആ ഒരു കണ്ടീഷനെയാണ് എന്തെന്ന് പറയുന്നത്? ന്യൂട്രലാണ്. അപ്പോൾ നമ്മുടെ ഡിസൈൻ എന്തായിരിക്കണം? ഒരു ന്യൂട്രാലിറ്റിയിലായിരിക്കണം. ഇനി ഇറ്റ് ക്യാൻ ബി ജനറലൈസ്ഡ്. എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ റിസർച്ച് ഡിസൈൻ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് എന്ത് വേണം? പോപ്പുലേഷനിൽ ജനറലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു റിസർച്ച് ഡിസൈനിന് വേണ്ടത്. റിലയബിൾ, വാലിഡ്, ന്യൂട്രൽ ആൻഡ് ക്യാൻ ബി ജനറലൈസ്ഡ്. ഓക്കെ ആണോ? ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് ഇനി പറഞ്ഞു പോകുന്നത്. ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിട്ട് അത് മനസ്സിലാക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ സിമ്പിളായിട്ട് പറഞ്ഞു പോവാം. ഇനി ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ ഹ്യൂമൻ ബിഹേവിയർ, മോട്ടീവ്സ്, ഡിസയേഴ്സ് ഇതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യാം. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻസ് എന്ന് പറയുന്നത് ഇൻഡെപ്ത് ഇൻ്റർവ്യൂ, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈനിൽ എന്ത് ചെയ്യാനായിട്ടുള്ളത്? ഡാറ്റ കളക്ഷന് യൂസ് ചെയ്യാനായിട്ടുള്ളത്. കാരണം എന്താ? ഇവിടെ നമ്പേഴ്സ് ഇല്ല. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസാണ് നമുക്കുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കണ്ണിൻ്റെ കളറ് അല്ലെ ഹെയറിൻ്റെ കളറ് ഇതൊക്കെ എന്താണ്? അപ്പോൾ നമ്പേഴ്സായിട്ട് എഴുതാൻ പറ്റാത്ത ഡാറ്റാസൊക്കെ ക്വാളിറ്റേറ്റീവ് ഡാറ്റാസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ഇൻഡെപ്ത് ഇൻ്റർവ്യൂ, യൂസസ് ആൻഡ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഇനി റിസർച്ച് മെത്തേഡ് ബിഹേവിയറൽ സയൻസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദ എയിം ഈസ് ടു ഡിസ്കവർ ദ അണ്ടർലൈങ് മോട്ടീവ്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അപ്പോൾ ഹ്യൂമൻ ബിഹേവിയർ പഠിക്കാൻ ഏറ്റവും നല്ലത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈനാണ്. ടൈപ്സ് പറയുന്നത് എത്നോഗ്രഫി, ഗ്രൗണ്ടഡ് തിയറി, സർവേ റിസർച്ച് ആൻഡ് കേസ് സ്റ്റഡി. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് എന്താ? നമ്പേഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. ക്വസ്റ്റ്യനെയേഴ്സ് യൂസ് ചെയ്യാം. ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം. ക്ലോസ്ഡ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിൻ്റെ ഉത്തരം കിട്ടുന്നു, അത് ക്ലോസ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിൻ്റെ ഉത്തരം കിട്ടുന്നു, ക്ലോസ് ചെയ്തു. ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചോദ്യം ചോദിച്ച് അതിൽ നിന്ന് വേറെ ചോദ്യം ചോദിക്കാം. ആ കിട്ടുന്ന ആൻസറിൽ നിന്ന് വേറെ ചോദ്യം ചോദിക്കാം. അതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ചോദിക്കാം, എന്താണ് പേരും ചോദിച്ചു, എത്ര വരെ പഠിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ചിലപ്പോൾ 8ാം ക്ലാസ് വരെ പഠിച്ചു എന്നാവും പറയാം. അപ്പോൾ എന്താ 8ാം ക്ലാസ് വരെ പഠിച്ചത്? അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചു. ഇനി അതിൽ നിന്ന് അപ്പോൾ അത് പറഞ്ഞ് ആൻസർ കേട്ടിട്ട് അതിനുശേഷം സ്കൂളിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്താ സ്കൂളിൽ പോകാൻ പറ്റാഞ്ഞത്? ഒരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ എന്താ ആക്സിഡൻറ്റാണ് പറ്റിയത്? അതാണ് ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഒരു ചോദ്യത്തിൽ നിന്ന് കിട്ടുന്ന ആൻസറിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അതാണ് നമ്മളിവിടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ യൂസ് ചെയ്യുക, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ക്വാണ്ടിറ്റേറ്റീവിൽ എന്താ? ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ വേരിയബിൾസിൻ്റെ ഇടയിലുള്ള റിലേഷൻ അനലൈസ് ചെയ്യാം. പ്രഡിക്ഷൻസ്, കമ്പാരിസൺസ് ഒക്കെ നടത്താം. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് എക്സാമ്പിൾസ് പറയുന്നത് ലബോറട്ടറി, ഫീൽഡ് എക്സ്പെരിമെൻറ്റ്, ഫീൽഡ് സ്റ്റഡീസ്, ക്വാസി എക്സ്പെരിമെൻ്റ് റിസർച്ച്, എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ഒബ്ജക്റ്റീവ് മെഷർമെൻറ്റ്സ് വെച്ചിട്ടാണ് കേട്ടോ നടത്തുന്നത്. ഒബ്ജക്റ്റീവ് മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻക്ലൂഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ ന്യൂമറിക്കൽ അനാലിസിസ് ഓഫ് ഡാറ്റ കളക്ടഡ് ത്രൂ പോൾസ്, ക്വസ്റ്റിനെയേഴ്സ് ഓർ സർവേ. പോൾസോ ക്വസ്റ്റിനെയേഴ്സോ സർവേസോ ഒക്കെ വെച്ചിട്ട് കിട്ടുന്ന ഡാറ്റ കിട്ടുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറിക്കൽ അനാലിസിസ് നടത്താം. വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റും. ഇനി ബേസിക്കലി ദ വേരിയബിൾസ് ആർ മാനിപ്പുലേറ്റഡ് ടു എക്സാമിൻ ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് പറയാം. അപ്പോൾ അതായത് ഇപ്പോൾ 2 വേരിയബിൾസിൻ്റെ ഇടയിലുള്ള റിലേഷൻ പറഞ്ഞു വെച്ചെങ്കിൽ അതിൻ്റെ കാരണം പറയാം.
അതാണ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഈ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് പറയാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ കമ്പാരിറ്റീവ് അനാലിസിസ്, ഇൻ്റർവെൻഷണൽ അനാലിസിസ് ഇതൊക്കെ നടത്താം. ഡീൽസ് വിത്ത് നമ്പേഴ്സ് ആണ്. ആൻഡ് ഫോക്കസസ് മോർ കൺവേർജൻറ്റ് റീസണിങ് ദാൻ ഓൺ ഡൈവേർജൻറ്റ് റീസണിങ്. കൺവേർജൻറ്റ് റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപാട് സൊല്യൂഷൻസ് ഒന്നും നമുക്കില്ല, ഒരൊറ്റ സൊല്യൂഷൻ മാത്രം കിട്ടും. കൺവേർജൻറ്റ് സൊല്യൂഷൻസ് ആയിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നിന്ന് കിട്ടുക. മെയിൻലി ഫോക്കസ് ഓൺ ക്വാണ്ടിഫൈങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. വേരിയബിൾസിൻ്റെ ഇടയിലുള്ള റിലേഷൻ ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. ക്യാരക്ടറിസ്റ്റിക്സ് നോക്കണം കേട്ടോ. റിസർച്ച് ക്വസ്റ്റ്യൻ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഡീൽസ് വിത്ത് വേരിയബിൾ ഇൻവോൾവ്സ് ഡാറ്റ കളക്ഷൻ റിലയബിൾ ആൻഡ് വാലിഡ് ജനറലൈസബിലിറ്റി അത് നോക്കുക. ഇനി എക്സ്പെരിമെൻ്റലും നോൺ എക്സ്പെരിമെൻ്റലും പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെരിമെൻ്റൽ എന്ന് പറയുമ്പോൾ എന്താ, എക്സ്പെരിമെൻ്റൽ റിസർച്ചറിൻ്റെ കൺട്രോളിലായിരിക്കും. റിസർച്ചറിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ലബോറട്ടറിയിൽ ചെയ്യാം, കൺട്രോൾഡ് എൻവയറമെൻ്റ് ആയിരിക്കും. സാമ്പിളിന് അതിൽ തന്നെ ഒരുപാട് പറയുന്നുണ്ട്. ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈനിൽ പറയുന്നുണ്ട്. 2 ഗ്രൂപ്പാക്കിയിട്ടാണ് എന്ത് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ നടത്തുന്നത്. 2 ഗ്രൂപ്പാക്കും. ഒരു ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പാണ്. മറ്റേ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്ലേസ്ബോ അല്ലെങ്കിൽ കൺട്രോൾ ഗ്രൂപ്പാണ്. പ്ലേസ്ബോ അല്ലെങ്കിൽ കൺട്രോൾ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ. അങ്ങനെ 2 ഗ്രൂപ്പാക്കും. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിന് എന്ത് ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഞാനൊരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ 5 പേര് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്, 5 പേര് കൺട്രോൾ ഗ്രൂപ്പാണ്. ഈ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യാനേ പറ്റും. അതായത് അവർക്ക് വേണമെങ്കിൽ ട്രെയിനിങ് കൊടുത്തിട്ട് പിന്നെയും ടെസ്റ്റ് ചെയ്യാം. പ്ലേസ്ബോ ഗ്രൂപ്പ് അല്ലെങ്കിൽ കൺട്രോൾ ഗ്രൂപ്പിന് ഒരു മാനിപ്പുലേഷൻസും ഇല്ല. അവർ അതേപടി വെച്ചേക്കുക, ഒന്നും ചെയ്യുന്നില്ല. അതാണ് എന്ത് ഈ 2 ഗ്രൂപ്പുകൾ. അപ്പോൾ അതിൽ ഈ ഒരു ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ പഠിക്കണം. പ്രീ എക്സ്പെരിമെൻ്റൽ, ട്രൂ എക്സ്പെരിമെൻ്റൽ, കോസി എക്സ്പെരിമെൻ്റൽ പഠിക്കണം. പ്രീ എക്സ്പെരിമെൻ്റൽ തന്നെ 4 ടൈപ്പ് വരുന്നുണ്ട്. വൺ ഷോട്ട് കേസ് സ്റ്റഡിയിൽ ഇവിടെ എന്താണ്, സിംഗിൾ ഗ്രൂപ്പിനെ ഒബ്സർവ് ചെയ്യും. ട്രീറ്റ്മെൻറ്റ് ടു സിംഗിൾ ഗ്രൂപ്പ് ആൻഡ് ഒബ്സർവ് വെദർ ട്രീറ്റ്മെൻറ്റ് ഹാഡ് ലെഡ് ടു ചേഞ്ച് ഓർ ഇഫക്റ്റ് ദ ബിഹേവിയർ ഓർ റെസ്പോൺസ് ഓഫ് ദ ഗ്രൂപ്പ്. ഇവിടെ ഒറ്റ ഗ്രൂപ്പ് എടുക്കുകയാണ്. ഒരൊറ്റ ഗ്രൂപ്പിന് എന്ത് ചെയ്യും, ഒരു ട്രെയിനിങ് കൊടുക്കും. ഒരു ഗ്രൂപ്പിനെടുത്തു, 10 പേരായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെടുത്തു, അവർക്കൊരു 10 ദിവസം ട്രെയിനിങ് കൊടുത്തിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം പിന്നെയും ടെസ്റ്റ് ചെയ്തു. വൺ ഷോട്ട് കേസ് സ്റ്റഡി റിസർച്ച് ഡിസൈനാണ്. ഇനി 1 ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ് റിസർച്ച് ഡിസൈൻ ഉണ്ട്. അതായത് 10 പേരുടെ ഒരു ഗ്രൂപ്പ് എടുക്കുന്നു. ഗ്രൂപ്പ് സെലക്ട് ചെയ്ത വഴിക്ക് ഞാനൊരു പരീക്ഷ നടത്തും. എന്നിട്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കും. 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ടെസ്റ്റ് ചെയ്യും. ഇതാണ് പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ് റിസർച്ച് ഡിസൈൻ. ബാക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. പിന്നെ സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഉണ്ട്. ഇവിടെ 2 ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഓൺലി 1 ഗ്രൂപ്പ് റിസീവ് ദ ട്രീറ്റ്മെൻറ്റ്. ഒരു ഗ്രൂപ്പിന് മാത്രം ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, മറ്റേ ഗ്രൂപ്പിന് ഒരു ട്രെയിനിങ്ങും ഇല്ല. എന്നിട്ട് എന്ത് ചെയ്യും, ഈ 2 മാർക്കുകൾ തമ്മിൽ എന്ത് ചെയ്യും, കമ്പാരിസൺ ചെയ്യും. ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റ് ടു 1 ഗ്രൂപ്പ്, പോസ്റ്റ് ടെസ്റ്റ് സ്കോർസ് ആർ ഡിറ്റർമിൻ ഫ്രം ബോത്ത് ഗ്രൂപ്പ്സ്. 2 ഗ്രൂപ്പിൻ്റെ ടെസ്റ്റുകളും തമ്മിൽ കമ്പയർ ചെയ്യും. ഇനി ട്രൂ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ വരുന്നുണ്ട്. കോസി എക്സ്പെരിമെൻ്റൽ ഉണ്ട്. അതായത് കിട്ടിയ ഡാറ്റ വെച്ച് ചെയ്യുന്നതാണ് കോസി എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ. അത് മനസ്സിലാക്കി വെക്കുക. കിട്ടിയ ഡാറ്റ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതായത് ഇവിടെ എന്തായിരിക്കും, കോസി എന്ന് പറയുന്നത് റിസംബിൾസ് ആണ്. നമുക്ക് കിട്ടിയ ഡാറ്റ വെച്ചിട്ട് എക്സാക്ട്ലി ഒരു ട്രൂ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ അല്ല എന്ത് കോസി എക്സ്പെരിമെൻ്റൽ എന്ന് പറയുന്നത്. റാൻഡം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മളൊരു റിസർച്ച് നടത്തുമ്പോൾ നോർമാലിറ്റി കുറവായിരിക്കും. റാൻഡം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഡാറ്റ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഓർത്ത് വയ്ക്കാനായിട്ട്, ഈ റേപ്പ് ചെയ്ത സ്റ്റുഡൻസിനൊക്കെ സ്റ്റുഡൻസ് അല്ല റേപ്പ് ചെയ്യപ്പെട്ട ലേഡീസ്, സ്ത്രീകളെ പറ്റിയിട്ടാണ് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നത് വെച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോസി എക്സ്പെരിമെൻറ്റിൽ വെച്ചിട്ട് ചെയ്യാം. കാരണം നമുക്ക് അധികം ആൾക്കാരെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കിട്ടിയ ആൾക്കാരെ വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് നടത്തുക അല്ലെങ്കിൽ റിസർച്ച് നടത്തുമ്പോൾ ക്വാസി എക്സ്പെരിമെൻ്റ് റിസർച്ച് ഡിസൈനാണ് യൂസ് ചെയ്യുന്നത്. റാൻഡമിലേ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ആൻഡ് റാൻഡംലി ആസ് ഓൾതോ ദർ ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വിച്ച് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ഇൻ ദ റിസർച്ച് ഡിസൈൻ. അപ്പോൾ അവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടായിരിക്കും, നമുക്ക് എന്ത് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ ഉണ്ട്. ഇവിടെ റിസർച്ചർക്ക് ഒരു കൺട്രോളും ഉണ്ടായിരിക്കില്ല. അതായത് പാർട്ടിസിപ്പൻ്റെ നാച്ചുറൽ എൻവയറമെൻറ്റിൽ വെച്ചിട്ട് നടത്തുന്നതാണ് എന്ത്, നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ. നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈനിൽ എക്സ്റ്റേണൽ വാലിഡിറ്റി കൂടുതലായിരിക്കും. അതായത് നമുക്ക് ലാർജർ പോപ്പുലേഷനിലോട്ട് ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി റിക്വയർമെൻറ്റ് ടു സ്റ്റഡി സിംഗിൾ വേരിയബിൾ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. എപ്പോഴും എന്താണ്, ഒരു സിംഗിൾ വേരിയബിൾ വെച്ചിട്ട് ചെയ്യാനായിരിക്കും കൂടുതൽ ഈ ഒരു നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ നല്ലത്. ഇനി ലാബോറട്ടറി എക്സ്പെരിമെൻറ്റ്, ഫീൽഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നുണ്ട്. ലാബോറട്ടറി എന്ന് പറയുമ്പോൾ എന്താ, ലാബോറട്ടറിയിൽ വെച്ച് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്.
പിന്നെ ഫീൽഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ ഫീൽഡിലാണ് പാർട്ടിസിപ്പൻ്റ് നാച്ചുറൽ എൻവയറമെൻറ്റിൽ വെച്ച് ചെയ്യുന്നതാണ് ഫീൽഡ് എക്സ്പെരിമെൻറ്റ്. ഫീൽഡ് സ്റ്റഡീസ് പറയുന്നുണ്ട്, അതും എന്താണ് നോൺ എക്സ്പെരിമെൻ്റൽ ആണ്. ഇനി ഡിഫറൻസസ് ബിറ്റ്വീൻ ലാബോറട്ടറി ആൻഡ് ഫീൽഡ് എക്സ്പെരിമെൻറ്റ് ഈ ഒരു ടേബിൾ നോക്കി വയ്ക്കുക കേട്ടോ. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഇത് ജസ്റ്റ് പോയിൻ്റ് ആക്കിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ ആണോ? കുറേ ഇപ്പോൾ പറഞ്ഞു, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ ഓക്കെ. ഇനി ഞാൻ ക്ലാസ് ആയിട്ട് പറയുന്നില്ല, ഇമ്പോർട്ടൻ്റ് ഉള്ളത് പറഞ്ഞു പോവാം കേട്ടോ. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച്, മീനിങ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് നോക്കണം. ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കേസ് സ്റ്റഡി, എത്തനോഗ്രഫി, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, ഗ്രൗണ്ടഡ് തിയറി. ഗ്രൗണ്ടഡ് തിയറി ചിലപ്പോൾ ഷോർട്ട് നോട്ട് ആയിട്ട് വരാം. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫങ്ഷൻസ് ഓഫ് ഗ്രൗണ്ടഡ് തിയറി ഷോർട്ട് നോട്ട് ആയിട്ട് വരാം കേട്ടോ. പിന്നെ കീ എലമെൻറ്റ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ തന്നെ 3 വരുന്നുണ്ട്. റിസർച്ച് ഡിസൈൻ, ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്. പിന്നെ റെലവൻസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇൻ സൈക്കോളജി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിക്സ് അപ്രോച്ച് റിസർച്ച് മെത്തേഡ്, അതായത് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും രണ്ടും കൂടെ ചെയ്യുന്നതാണെന്ത് മിക്സ് അപ്രോച്ച് റിസർച്ച് മെത്തേഡ്. അപ്പോൾ അതും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 8ാമത്തെ ചാപ്റ്റർ 6ഉം 7ഉം സ്കിപ്പ് ചെയ്യാം, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ്. ഇത് നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ടാണ്. അപ്പോൾ അതിൽ 6ഉം 7ഉം ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. 8ാമത്തേൽ ഡാറ്റ കളക്ഷൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. അപ്പോൾ അതിൽ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, പിന്നെ സോഷ്യോമെട്രി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റിറ്റ്യൂഡ് സ്കെയിൽ, റേറ്റിംഗ് സ്കെയിൽ. സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പം കാണാവോ? ഇപ്പം കാണുന്നുണ്ടോ? കാണുന്നുണ്ട് ഇപ്പോൾ? ഇല്ല, കാണുന്നില്ലേ? ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല. ഞാനൊന്ന് പറയാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്യട്ടോ, നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 8ാമത്തെ ചാപ്റ്ററാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. അപ്പോൾ അതിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ നിങ്ങൾ ടെക്സ്റ്റ് എടുത്താൽ മതി, അപ്പോൾ അതിൽ മാർക്ക് ചെയ്താൽ മതി. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. അതിൽ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് സർവേ മെത്തേഡ് വരുന്നുണ്ട്. പിന്നെ സോഷ്യോമെട്രി പഠിക്കണം, ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ് പഠിക്കണം. ഇതൊക്കെ ഷോർട്ട് നോട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് സ്കെയിൽസിൻ്റെ ഷോർട്ട് കമ്മിങ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തത് മെക്കാനിക്കൽ ഒബ്സർവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയാണ് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് മാത്രം പഠിച്ചാൽ മതി 8ാമത്തെ ചാപ്റ്ററിൽ. ഇനി 9ാമത്തെ ചാപ്റ്ററിൽ വാലിഡിറ്റി പഠിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ തന്നെ ടൈപ്സ് ഓഫ് വാലിഡിറ്റി വരുന്നുണ്ട്. റിലയബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. മീനിങ് മെഷറിംഗ് റിലയബിലിറ്റി വരുന്നുണ്ട്. ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ്, പാരലൽ ഫോം മെത്തേഡ്, സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്, ഇൻ്റർ ഐറ്റം കൺസിസ്റ്റൻസി ഒക്കെ വരുന്നുണ്ട്. പിന്നെ നോംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് നോംസ് വരുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 10ാമത്തെ ചാപ്റ്ററിൽ മീനിങ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് റിസർച്ച് പഠിക്കണം. പർപ്പസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് പഠിക്കണം. പ്രിപ്പയറിംഗ് എ റിസർച്ച് പ്രൊപ്പോസൽ, അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രിപ്പയറിംഗ് എ റിസർച്ച് പ്രൊപ്പോസൽ. അപ്പോൾ അതിൽ 6 പീസ് പറയുന്നുണ്ട്. 6 പീസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പ്രോജക്റ്റ്, പേഴ്സൺ, പ്രിപ്പറേഷൻ, അത് പഠിക്കുക. പിന്നെ റിസർച്ച് റിപ്പോർട്ട്, ഇൻട്രഡക്ഷൻ, ഡെഫിനിഷൻ ആൻഡ് റിപ്പോർട്ട് ഫോർമാറ്റ്. അത് എവിടുന്ന് തുടങ്ങണം എന്നറിയോ? ഫോർമാറ്റ് ഓർ സ്ട്രക്ചർ ആൻഡ് റിപ്പോർട്ട്, ഫോർമാറ്റ് ഓർ സ്ട്രക്ചർ ഫോർ റിസർച്ച് റിപ്പോർട്ട്. അവിടുന്ന് തുടങ്ങിയതിൽ
ഇൻട്രൊഡക്ഷൻ തൊട്ട് തുടങ്ങും. ഇൻട്രൊഡക്ഷൻ തൊട്ടിട്ട് 11 ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ, പർപ്പസ് ഓഫ് സ്റ്റഡി, സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡി, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, മെത്തഡോളജി, interpretation and analyzing of data, conclusions and suggestions, preliminary suppositions and implications, delimitations of the study, citations, appendices. അത്രേ 11 ടോപ്പിക്ക് വരും ആ ഒരൊറ്റ പാഠത്തിൽ. അത് മാത്രമേ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ളൂ. അതും ഈ നോക്കാം. ചാപ്റ്ററിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? നമുക്ക് ചോദിക്കില്ല എങ്ങനെ ക്വസ്റ്റ്യൻ? ഈ ഒരു ചാപ്റ്ററിൽ റിസർച്ച് റിപ്പോർട്ട് എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് തന്നെ റിസർച്ച് റിപ്പോർട്ട് എഴുതാനായിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ ആ ഒരു റിസർച്ച് റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്ത് വേണം? റിസർച്ച് പ്രൊപ്പോസലിൻ്റെ ഇൻട്രഡക്ഷൻ കൊടുക്കണം, റിസർച്ചിൻ്റെ ഇൻട്രഡക്ഷൻ കൊടുക്കണം. മീനിങ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് റിസർച്ച് എഴുതുക, റിസർച്ച് പ്രൊപ്പോസൽ എഴുതിയതിന് ശേഷം മാത്രം റിസർച്ച് റിപ്പോർട്ട് എഴുതുക. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ്, സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും ചോദിക്കുക. ഫോർമാറ്റ് ആൻഡ് സ്ട്രക്ചർ ഓഫ് റിസർച്ച് റിപ്പോർട്ട് എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ അവിടെ നിന്ന് ഒട്ടങ്ങടി ഈ ഒരു 11 ടോപ്പിക്ക് എഴുതാം. ഓക്കെ ആണോ? അപ്പോൾ ഓക്കെ, നമുക്ക് ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് നേരമായി, 6:41. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻസ് നാളെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് വരട്ടെ എന്നതിൽ പരം വരുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കാൻ തോന്നട്ടെ, അങ്ങനെ നോക്കാം. അപ്പോൾ എല്ലാവരും നോക്കിക്കോളൂ. നമുക്ക് ഇതിൽ പിന്നെ അധികം ടോപ്പിക്കുകൾ വരുന്നില്ല, കുറച്ചേ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് നന്നായിട്ട് നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് വരുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഒരുവിധമൊന്നും നമ്മളങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിട്ടില്ല. 2 ചാപ്റ്റേഴ്സ് മാത്രമാണ്. അത് സാമ്പിളിങ് ടെക്നിക്കുകളാണ്. അപ്പോൾ അത് പഠിച്ചവരുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കണ്ട കേട്ടോ, അത് പഠിച്ചോളൂ. ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് ഈ ലാസ്റ്റ് ടൈമിൽ പഠിക്കാൻ ഒരു എളുപ്പത്തിനാണ് ആ ഒരു 2 ചാപ്റ്റർ സ്കിപ്പ് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 2 ചാപ്റ്റർ സ്കിപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ പഠിച്ചവർ ആ ഒരു ചാപ്റ്റർ കളയണ്ട, പഠിച്ചോളൂ. ബാക്കി ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് കൂടെ നോക്കുക. ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഭയങ്കര റീസെൻ്റ്ലി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സിൽ നമ്മളെല്ലാതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്നും അവോയ്ഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ അതുവരയ്ക്കും നമ്മളൊന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഫുള്ള് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ വട്ടം വന്നിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് വരും എന്ന് വിചാരിക്കാം. രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്ററൊക്കെ നന്നായിട്ട് നോക്കാം. ഓക്കെ ആണല്ലോ? താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും എക്സാം എളുപ്പമാവട്ടെ. താങ്ക് യു നോക്കിക്കോളൂ. നന്നായിട്ട് നാളത്തെ എക്സാം ഓക്കെ ആവട്ടെ. ഓക്കെ താങ്ക് യു കേട്ടോ. ഓക്കെ താങ്ക് യു.